നമ്മുടെ ഭാരതത്തിന്റെ പൈതൃകം എന്താണ്? ഈ വേദം. വേദം എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥം അറിവ് എന്നാണ്. വേദം എന്ന വാക്കിന്റെ ഒറ്റ വാക്കിൽ അർത്ഥം പറഞ്ഞാൽ എന്താ അർത്ഥം? പറയൂ. അതിന്ന് കുറേ സംസ്കൃത ശബ്ദം നമുക്ക് മനസ്സിലാവും. ഇപ്പം നോക്കൂ നിങ്ങൾ, ഈ നമ്മളൊക്കെ സാധാരണ രീതിയിൽ പറയുന്നത്, ഞാൻ സംസ്കൃതം നമ്മൾ അത്ര പ്രചാരമില്ലാത്തത് കൊണ്ട് പറയുകയാണ് സാധാരണക്കാരുടെ ഇടയിൽ. ഇപ്പം നമ്മൾ വേദം എന്ന വാക്കിൽ നിന്ന് വിദ്വാൻ എന്നൊരു വാക്ക് മലയാളത്തിൽ ഉപയോഗിക്കോ? പൊതുവെ ഉപയോഗിക്കോ? വിദ്വാൻ എന്ന് പറഞ്ഞാൽ ആരെയാണ് പറയാ? വിദ്വാൻ, അറിവുള്ള ഒരാൾ. അപ്പോ വിദ്വാൻ ആ വാക്ക് തന്നെ എടുത്തു നോക്കുന്നുള്ളേ. അപ്പൊ വേദം എന്ന വാക്കിൽ നിന്നാണ് അതൊക്കെ രൂപപ്പെടുന്നത്. അപ്പൊ അറിവാണ് വേദം. പിന്നെ എന്തറിവാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള സകല അറിവുകളെയും വേദത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സകല അറിവുകൾ. അതുകൊണ്ട് നമ്മുടെ ഋഷിവര്യന്മാര് പറഞ്ഞു, ദ്വേ വിദ്യേ വേദിതവ്യേ, 2 വിദ്യകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. എത്ര വിദ്യകൾ? 2 വിദ്യകൾ. ഏതൊക്കെയാണ് ഈ 2 വിദ്യകൾ? ഭൗതികവും ആത്മീയവും. അതൊക്കെ ഇന്ന് നമുക്കുണ്ടല്ലോ വളരെ പഠന വിഷയമാക്കേണ്ട കാര്യമാണ്. ഭൗതികവും ആത്മീയവും. ഈ ക്ലാസിഫിക്കേഷൻ ഭാരതത്തിൽ പണ്ടുണ്ടായിരുന്നു. ഭൗതിക വിദ്യയും, പറയൂ, ആത്മീയ വിദ്യ. അപ്പൊ ഈ ഭൗതിക വിദ്യ എന്താണ് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ജ്യോതിഷം മറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഭൗതിക വിദ്യയുടെ ഒരു ക്ലാസിഫിക്കേഷൻ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മുഴുവൻ ഒരു മനുഷ്യന്റെ ഭൗതിക പുരോഗതിക്ക്, ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതായതുകൊണ്ട് അത്തരം അറിവിനെ നമ്മൾ എന്ത് വിളിക്കണം? സ്കൂൾ വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസം, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയതെല്ലാം ഏതൊക്കെ ഉണ്ടോ, സ്പേസ് ആയാലും ശരി, എന്തൊക്കെയൊന്നുണ്ടോ, യൂണിവേഴ്സിറ്റികളിലായിട്ടും മറ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനായാലും IIT-കളിലായാലും മെഡിക്കൽ കോളേജുകളിലായാലും എന്തൊക്കെ വിദ്യാഭ്യാസമുണ്ടോ അതൊക്കെ ഏതിൽപ്പെടുന്നു? ഭൗതിക വിദ്യാഭ്യാസം. കാരണം അതൊക്കെ ശമ്പളം നേടാനും പൈസ ഉണ്ടാക്കി ആഹാരം കഴിക്കാനും അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ്. ഭൗതികമായ ആവശ്യങ്ങൾക്കുള്ളതാണ്. ആണോ? ആണോ അല്ലയോ? എന്നാൽ ഈ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മനുഷ്യന് മറ്റൊരു അറിവ് കൂടെ വേണം. അതിനെ അറിവെന്ന് വിളിച്ചാൽ ഇന്നിപ്പം നമ്മുടെ സാധാരണ നമ്മൾ പഠിക്കുന്നത് ഇതാണ് അറിവ് എന്നാണ്. ഇപ്പം സരസ്വതി ദേവിയെ നമ്മൾ ആരാധിക്കുന്നു, നമ്മളെല്ലാവരും എഴുത്തിനിരിക്കുന്നു, എല്ലാവരും ഇപ്പം വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നൊക്കെ പറയുന്നത് സ്കൂൾ എഡ്യൂക്കേഷൻ തന്നെയാണ്. ആണോ? കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് അതിന് തന്നെയാണ്. ആണോ? വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് സ്കൂൾ വിദ്യാഭ്യാസം തന്നെ അല്ലേ? ഇതൊന്നും വേണ്ടാതെ തന്നെയാണ്. ആണോ അല്ലയോ? ഒരു സ്ഥലത്ത് വേദം പഠിപ്പിക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളുണ്ടെങ്കിൽ ഏതിനാ ഊന്നൽ കൊടുക്കുക? സ്കൂൾ വിദ്യാഭ്യാസം. കാരണം അത് ജീവിക്കാൻ അത് വേണം. നമ്മുടെ പൂർവികന്മാർ അതിനെതിരായിരുന്നില്ല. അങ്ങനെ ഒരു ധാരണയും നമുക്കുണ്ടാവരുത്. നമ്മുടെ പൂർവികന്മാർ അതൊക്കെ അംഗീകരിച്ചവരാണ്. അല്ലെങ്കിൽ ആയുർവേദം ഇവിടെ കണ്ടെത്തുമോ? മനുഷ്യ ശരീരത്തിന് എങ്ങനെയൊക്കെ രോഗങ്ങൾ വരുന്നു, അതിനെന്തൊക്കെയാണ് ചികിത്സ എന്ന് ചരക ഋഷിയും അതുപോലെ തന്നെയുള്ള മഹാന്മാരും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഭൗതികമായ കാര്യത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇങ്ങനെ അനവധി കാര്യങ്ങൾ, ഏത് കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെ പൂർവികന്മാര് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, കണാദൻ എന്ന് പറയുന്ന ഒരു ആചാര്യനാണ് ആറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾ ഭാഗവതത്തിലെ കാബിലയോപാഖ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൈനക്കോളജി മുഴുവൻ കാണാൻ സാധിക്കും. ഒരു മനുഷ്യ ശരീരത്തിൽ, സ്ത്രീയുടെ ശരീരത്തിൽ എങ്ങനെയാണ് അണ്ഡം രൂപപ്പെട്ട ഒരു കുഞ്ഞായി മാറുന്നെന്നുള്ളത് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ എന്തെല്ലാം അറിവുകൾ നമ്മുടെ പൂർവികന്മാർക്കുണ്ടായിരുന്നു. ഭാരതം ഒന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ഒരു വിശാലതയിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ, ഇന്നിപ്പോൾ നമുക്ക് ഇന്റർനെറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഒന്ന് സ്വതന്ത്രമായൊരു ചിന്തയോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, യൂറോപ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ, ഭാരതം, നമുക്കൊരു ജനറൽ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത്. ഈ യൂറോപ്യൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഭാരതവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ചൈനയും ഇരിക്കട്ടെ, ഈ രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കലകളുടെ വൈവിധ്യമുള്ള രാജ്യം ഏതാണ്? സത്യം പറയണം, പറയൂ. ഇപ്പം നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ എടുത്തു നോക്കൂ നിങ്ങൾ, തായമ്പക, പഞ്ചവാദ്യം, അതൊരു അറിവല്ലേ? അറിവാണോ? ആ മേളത്തിനും ഒരു അറിവുണ്ടല്ലോ. ഉണ്ടോ? പറയൂ. അതുപോലെ തന്നെ സംഗീതത്തിൽ തന്നെ നമുക്ക് കർണാടിക് മ്യൂസിക്,
ഹിന്ദുസ്ഥാൻ ഇവിടെ കേരളത്തിൻ്റെ അക്ഷര ശ്ലോകങ്ങൾ, നമ്മുടെ നാടൻ പാട്ടുകൾ, വൈവിധ്യങ്ങളില്ലേ? ഉണ്ടോ? ഉണ്ട്. ഇനി നിങ്ങൾ മറ്റ് നൃത്തത്തിൻ്റെ കാര്യത്തിലായാലും ഏതൊക്കെ നിങ്ങൾ നോക്കും, ഭാഷയുടെ കാര്യത്തിലായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും ഏതൊക്കെ മേഖലകളിലേക്ക് നോക്കിയാലും ഈ വൈവിധ്യം ഭാരതത്തിലില്ലേ? ഇതൊക്കെ കണ്ടെത്തിയിട്ടില്ലേ ഭാരതം? പറയൂ. അപ്പൊ അറിവിൻ്റെ ഒരു വൈവിധ്യത ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ഇത്ര വൈവിധ്യത നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ യൂറോപ്പിൽ, ഞാൻ അമേരിക്കയുടെ ഒരറ്റം മുതൽ അറ്റം വരെ സഞ്ചരിച്ച ആളാണ്. ഇംഗ്ലീഷ് ഭാഷയാണ് കോമൺ. പിന്നെ കുറച്ച് പേര് സ്പാനിഷ് സംസാരിക്കുന്നു, കുറച്ച് പേര് ഫ്രഞ്ച് സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് അവരൊക്കെ കുടിയേറ്റ കാര്യമാണ്. ആഹാരം നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ 99% സെയിം. ഇനി നിങ്ങൾ സാഹിബിനെ നോക്കിക്കോളൂ. ഇവിടെ വരുന്ന സാഹിബിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ പാൻറ് അല്ലെങ്കിൽ ട്രൗസർ, ബർമൂഡ ഇട്ട് നടക്കും. ആണോ? ആണോ അല്ലയോ? ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ ഇരിക്കുന്ന അമ്മമാർ എന്ത് വൈവിധ്യസാരികളാണ്. ചിലർ സെറ്റുമുണ്ട് കൊടുത്തിരിക്കുന്നു. ഉണ്ടോ? ഈ വൈവിധ്യം നമുക്കല്ലേ ഉള്ളൂ. ആണോ അല്ലയോ? നമ്മുടെ സംസ്കൃതി, ഭാരതത്തിന്റെ സംസ്കൃതി, ഇനിയിപ്പോ നോർത്ത് ഇന്ത്യക്കാര് മുണ്ടെടുക്കുന്നതും സൗത്ത് ഇന്ത്യക്കാര് മുണ്ടെടുക്കുന്നതും ഒരുപോലെയാണോ? ഈ വൈവിധ്യത ഞാൻ പറയണത്, ഇതെല്ലാം അറിവ് തന്നെയാണ്. ആണോ? ആണോ ഇതൊക്കെ? ഈ അറിവിന്റെ വൈവിധ്യത ഭാരതത്തിലാണ്. അതുകൊണ്ട് ഭാരതം ഏതറിവിനെയും ഉൾക്കൊള്ളാൻ പ്രാപ്തമാണ്. കാരണം ഇതിൽ അത്രയും വൈവിധ്യത ഉണ്ട്. ഇനിയും വൈവിധ്യതയാവാം. അതുകൊണ്ടൊന്നും നമ്മുടെ ഭാരത ഋഷിവര്യന്മാർ പറഞ്ഞിട്ടില്ല നമുക്ക് അരുത് എന്നുള്ളത്. ഇസ്ലാം മതത്തെയൊക്കെ സംബന്ധിച്ച് അവർക്കുള്ള കൺഫ്യൂഷൻ അതാണ്. ആ കിതാബിൽ എഴുതി വെച്ചതിനപ്പുറം ചിന്തിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ആ മ്യൂസിക് പാടില്ല, ഈ മ്യൂസിക് പാടില്ല, ആ കല പാടില്ല, ഈ കല പാടില്ല. ആ പ്രശ്നങ്ങളൊന്നും ഭാരതത്തിനില്ല. ഏതും ഉൾക്കൊള്ളാൻ ശൃണ്വന്തു വിശ്വ, ഋഗ്വേദത്തിലെ വരികളാണ്. ശൃണ്വന്ത്, കേൾക്കൂ, തുറന്ന് കേൾക്കൂ എന്നുള്ളതാണ്. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നൊരു സംസ്കൃതി, എല്ലാറ്റിനെയും അപ്രിഷ്യേറ്റ് ചെയ്തൊരു സംസ്കൃതി. വേദവ്യാസ മഹർഷി തന്നെ എഴുതി വെച്ചിരിക്കുന്നത് നോക്കിക്കൊണ്ടാണല്ലോ പറഞ്ഞത്, വ്യാസോച്ഛിഷ്ട ജഗത്സർവം എന്നാണ്. ഭഗവാൻ പറയാത്തതായി ഈ ലോകത്തിലൊന്നും ഇല്ല. ഭാരതത്തിൻ്റെ ആ വൈവിധ്യത, അതിനെ അംഗീകരിക്കണ്ടേ? അതിനെ ബഹുമാനിക്കണ്ടേ? ആദരിക്കണ്ടേ? എന്താ ഒന്നും മിണ്ടാത്തത്? വേണോ വേണ്ടയോ? നമുക്കൊരു അഭിമാനം വേണ്ട. അങ്ങനെ ഒരു സംസ്കാരത്തിലാണ് ഞാൻ ജനിച്ചത്. ഇത്ര വൈവിധ്യതയുള്ള ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജനിച്ച്. അഭിമാനം വേണ്ടേ? പറയൂ നിങ്ങൾ. ഇതാണ് ഹിന്ദു മതമെങ്കിൽ ഞാൻ ഹിന്ദു എന്ന് പറയുന്നതിൽ അഭിമാനിക്കണ്ടേ? ഈ കേരളത്തിൽ കുറെ തലതിരിഞ്ഞുണ്ട്. അവർ വിചാരമൊക്കെ പാശ്ചാത്യരാണ് ശ്രേഷ്ഠന്മാരെ. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഭാരതത്തിന്റെ സംസ്കൃതിയിലേക്കാണ് കടന്നു വരുന്നത്. ആണോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഞാൻ സത്യസന്ധമായി പറയണം, എനിക്ക് ഇന്നലെ വളരെ സന്തോഷമായി. കേരളത്തിലെ ഒരു മന്ത്രി പറയാണ്, ഏറ്റവും കൂടുതൽ വിദേശികൾ ഭാരതത്തിൽ വരുന്നു, കേരളത്തിൽ വരുന്നു. ഈ കേരളത്തിലേക്ക് അവർ വരുന്നുണ്ടെങ്കിൽ അതിൽ നല്ലൊരു ശതമാനം ഇവർ കണക്കാക്കിയത് എങ്ങനെ അറിയില്ല, അമൃതാനന്ദമയി അമ്മ മിഷനിലേക്കാണ്. അമ്മയുടെ അടുത്തേക്കാണ് കുറേ പേര് വരും. പക്ഷെ അവരും ടൂറിസ്റ്റ് എൻട്രി വരുമ്പോൾ ടൂറിസ്റ്റുകളാണ്. ആ വിസ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ പേര് വരുന്നത് ഇവിടെ മെഡിറ്റേഷൻ പഠിക്കാനും യോഗ പഠിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. നിങ്ങൾ വേണമെങ്കിൽ ഞാൻ ചലഞ്ച് എടുക്കുക പറയുകയാണ് നിങ്ങളോട്, ആലപ്പുഴ പോയി കഴിഞ്ഞാൽ ബോട്ടിൽ പോകുന്ന വിദേശികളുടെ എണ്ണം എടുത്ത് നോക്കുക, ഈ എറണാകുളത്ത് കറങ്ങുന്ന വിദേശികളുടെ എണ്ണം എടുക്കുക. അതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ അമ്മയുടെ ആശ്രമത്തിൽ നിങ്ങൾക്ക് ധ്യാനത്തിനും ജപത്തിനും വന്നവരെ കാണോ ഇല്ലയോ? സത്യം പറയൂ നിങ്ങൾ. സത്യമാണോ ഞാൻ പറയണത്? ആണോ? ഭാരതത്തിലേക്ക് വിദേശികൾ വരുന്നത് ഭാരതത്തിൻ്റെ ആത്മീയ സംസ്കൃതിയെ, ഭാരതത്തിൻ്റെ സംസ്കൃതിയെ മനസ്സിലാക്കാൻ. നമ്മൾ വിദേശത്ത് പോകുന്നത് എന്തിനാണ്? കുറച്ച് ദിവസം അടിച്ചു പൊളിച്ച് ജീവിക്കാൻ തന്നെയാണ്. വേറെ അവിടുത്തെ സംസ്കാരം പഠിക്കാൻ ആരെങ്കിലും നിങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടോ? ഒന്ന് കൈവെക്കൂ. വിദേശത്ത് അവിടുത്തെ സംസ്കാരം പഠിക്കാൻ പോയിട്ടുള്ളവർ ഒന്ന് കൈവെക്കൂ. ആരെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ അനവധി രാജ്യത്തിൽ പോയിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടില്ല. ഈ സംസ്കൃതിയാണ് അവർ പഠിക്കുന്നത്, ഈ സംസ്കാരത്തിലേക്കാണ് അവർ വരാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ നമ്മുടെ പൂർവികന്മാർ കണ്ടെത്തിയത് മഹത്തായൊരു സംസ്കാരമല്ലേ? ആണോ അല്ലയോ? ഇതിനെ നമ്മൾ ആദരിക്കണ്ടേ, ബഹുമാനിക്കണ്ടേ? നമുക്ക് കേരളീയർക്ക് ഇല്ലാതെ പോയത് എന്താ അറിയോ? അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് കവിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളീയർക്ക് അത് ഇത്തിരി കുറവാണ്. കാരണം നമ്മുടെ സംസ്കാരത്തെ ഇങ്ങനെ ഇകഴ്ത്തി താഴ്ത്തി നിന്ദിച്ച് അതിന് പ്രചാരം കൊടുക്കുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് അറിയുന്നില്ല ഏത് പക്ഷത്ത് നിൽക്കണമെന്ന്. തല ഉയർത്തിക്കൊണ്ട് നെഞ്ച് തട്ടിക്കൊണ്ട് അതിനെ ആദരവോടെ കാണാൻ, അതിനെ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നവരുടെ എണ്ണം കൂടുതലോ കുറവോ? സത്യം പറയൂ നിങ്ങൾ. കുറവോ കൂടുതലോ? കുറവാണ്. അത് നമ്മുടെ ഒരു നഷ്ടം തന്നെയല്ലേ?
നിങ്ങൾ നോക്കിപ്പോൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു മൂവിയുടെ വന്നപ്പോൾ എന്ത് രാഷ്ട്രീയക്കാരുടെ ഒരു അതിന് വേണ്ടിയിട്ടുള്ള എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തണം എന്നുള്ളത്. എന്നാൽ അതിൽ ചില സത്യങ്ങളില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതിൽ സത്യങ്ങളില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്നിട്ട് എന്തേ ഈ സത്യം ഉണ്ടായിട്ടും അതിനെ എതിർക്കുന്നവർ ഭൂരിപക്ഷം? കാരണം അതൊരു സംഘടിതമാണ്. ആണോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഹലാൽ എന്ന് പറയും. ഞാനൊരു മതത്തിനെ കുറ്റം പറയില്ല. ഒരു തുപ്പിക്കൊണ്ട്, ഭക്ഷണത്തിൽ തുപ്പിക്കൊണ്ട് അത് ശ്രേഷ്ഠമാണെന്ന് പറയാൻ, അതിനെ എതിർക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ തയ്യാറായിട്ടുണ്ടോ? സത്യം പറയൂ നിങ്ങൾ. ഒരു തിരുമേനിയാണ് എന്തെങ്കിലും ഒരു തിരുമേനി ചന്ദനം കൊടുക്കുമ്പോൾ അതെങ്ങാനും കൈ ഉയർത്തി കൊടുത്ത് അപ്പ തൊട്ടു തീണ്ടായ്മ ബ്രാഹ്മണ്യത്വം തലേ കയറില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? അത് ശുദ്ധത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലാതെ അദ്ദേഹം പുറത്തിറങ്ങി വന്നാൽ അദ്ദേഹത്തിന് ആരും തൊടുന്നതിന് വിരോധമില്ല. ഒരു ക്ഷേത്രം അതിന്റെ പവിത്രതയിൽ നിലനിർത്തണം. വേണോ വേണ്ടയോ? അതിനു വേണ്ടിയിട്ടാണ്. ഈ തരത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സംസ്കൃതിയെ ഒളിഞ്ഞും തെളിഞ്ഞും കുറ്റം പറയുക, മറ്റുള്ളത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്കിടയിൽ ഒരു ഐക്യക്കുറവും നമുക്കിടയിൽ ഒരു അഭിമാനക്കുറവും ഉള്ളത് കൊണ്ടല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ആണോ അല്ലയോ? നമ്മൾ ആർക്കും എതിരല്ല. നോക്കൂ, ഇസ്ലാം മതത്തിനെതിരല്ല, ക്രിസ്തു മതത്തിനെതിരല്ല. അങ്ങനെ ഇസ്ലാം മതത്തിനെതിരാണെങ്കിൽ അയ്യപ്പസ്വാമി വാവരസ്വാമിയെ മുന്നിലിരുത്തില്ലല്ലോ. എഴുതുവോ? പറയൂ നിങ്ങൾ. അയ്യപ്പസ്വാമി മുന്നിൽ വാവരിരുത്തിയിട്ടുണ്ടെങ്കിൽ അയ്യപ്പസ്വാമിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതുകൊണ്ടാണ്. അയ്യപ്പസ്വാമിക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നതുകൊണ്ടാണ്. ആണോ? എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. അപ്പൊ നോക്ക്, ശബരിമലയിൽ ഹരിവരാസനം ഇല്ലാത്തൊരു ദിവസമില്ല. യേശുദാസ് എന്ന് പറയുന്ന ഗാനഗന്ധർവന്റെ ശബ്ദമാണ്. ആണോ? ആണോ അല്ലയോ? എന്നാൽ നമ്മുടെ ഒരു ഹിന്ദുവിന്റെ പാട്ടൊന്ന് പള്ളിയിൽ വെക്കട്ടെ അവര്? ഞാൻ വെല്ലുവിളിക്കുകയാണ്. അത് വരുമ്പോൾ അതൊക്കെ മാറ്റിവെക്കും. അതൊക്കെ നമ്മുടെ ആളുകളുടെ മാത്രമേ പറ്റുള്ളൂ. ആണോ? നമ്മുടെ സംസ്കൃതി ഉണ്ടല്ലോ, അത് മഹത്താണ്. ഈശ്വര അല്ലാ തേരേ നാം എന്ന് നമുക്കേ പറയാൻ പറ്റുള്ളൂ. ഈശ്വര അല്ലാ തേരേ നാം. ഈശ്വരനെന്നും അല്ലാഹു എന്നും എല്ലാവരുടെ എല്ലാ പേരുകളും ഉൾക്കൊള്ളാൻ നമുക്കേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഉപനിഷത്തുകൾ, നമ്മളെ വേദങ്ങൾ പഠിപ്പിക്കുന്നത് വിഷ്ണു എന്നാൽ എല്ലാമാണ്. ജലേ വിഷ്ണു, സ്ഥലേ വിഷ്ണു, വിഷ്ണുരാകാശമുച്യതേ, സ്ഥാവരം ജംഗമം വിഷ്ണു, സർവം വിഷ്ണുമയം ജഗത്. ഒന്നും വിഷ്ണുവില്ലെന്ന് അന്യമല്ല, എല്ലാം അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. സർവദേവ നമസ്കാരം വാസുദേവം പ്രതിഗച്ഛതി. ഇതൊക്കെ പഠിപ്പിക്കുന്ന വേദ സംസ്കാരമാണ് നമുക്കുള്ളത്. ആണോ? ഇവിടെ ചൊല്ലുന്ന മന്ത്രങ്ങളിൽ നിങ്ങൾ പുരുഷ സൂക്തം കേൾക്കാതിരിക്കില്ല. ഗുരുവായൂരിൽ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും നിങ്ങൾ അത് കേൾക്കാതിരിക്കില്ല. പുരുഷ സൂക്തം കേട്ടിട്ടില്ലേ? സഹസ്രശീർഷ പുരുഷ കേട്ടിട്ടുണ്ടോ? സഹസ്രാക്ഷ സഹസ്രവ സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠ ദശാങ്കുലം പുരുഷയേവ ഇതം സർവം. പുരുഷയേവ ഇതം സർവം. ഇതം സർവം പുരുഷയേവ. ഒരേ പുരുഷൻ തന്നെയാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരേ സത്യത്തിൻ്റെ, ഒരേ ചൈതന്യത്തിൻ്റെ, ഒരേ മഹത്വത്തിൻ്റെ വൈവിധ്യങ്ങളാണ് ഈ കാണുന്നത്. നമ്മുടെ കൈകളിലുള്ള വിരലുകൾ പോലെ ഒരേ കൈത്തണ്ടയിൽ തന്നെയാണ് വൈവിധ്യങ്ങളായ വിരലുകൾ നിൽക്കുന്നത്. ആണോ? ഇതുപോലെ നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഉൾക്കൊള്ളാൻ പ്രയാസം? അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ ഹൃദയം വിശാലമാണ്. എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരേ ഒരു സംസ്കാരം ഭൂമിയിലുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ഉറക്കെ പറയണം. ഒന്ന് ഉറക്കെ പറയൂ, ഉറക്കെ പറയൂ. അഭിമാനമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നോക്കൂ, ഇപ്പോഴാണ് ആ അറബ് രാജ്യങ്ങളിൽ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ വെച്ചു തുടങ്ങിയത്. അല്ലെങ്കിൽ കാഫീർ എന്നൊരു വാക്കുണ്ടോ? ഇല്ല. കാഫീർ എന്നൊരു വാക്കുണ്ടോ അവർക്ക്? അത് അവരുടെ ആളുകളെയാണോ നമ്മുടെ ആളുകളെയാണോ ഉദ്ദേശിച്ചത്? പറയൂ. നമുക്ക് അങ്ങനെ ഒരു വാക്ക് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇനിയിപ്പോ ക്രിസ്ത്യൻ മതത്തിലായാലും നോക്കൂ, ഇപ്പോഴാണ് അവർ മര്യാദക്കാരായത്. പണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ മതം മാറ്റിയിരുന്നു. ഉണ്ടോ? ഇല്ല. എങ്ങനെങ്കിലും നമ്മുടെ ആളുകളെ മതം മാറ്റാൻ അവർ ശ്രമിച്ചിരുന്നോ? അതിലിപ്പോഴും ചില കൂട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിലെ പ്രസാദമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അറപ്പോടും വെറുപ്പോടും കൂടി കാണുന്നവര്. ഇല്ല. ഉണ്ടോ ഇല്ലയോ? ഇപ്പോഴുമുണ്ട് ആ സഹനശക്തി, ഉൾക്കൊള്ളാൻ ശക്തിയില്ലാത്തവര്. നമ്മുടെ ഇതെന്തോ പിശാചിന്റെ ആണെന്ന് കാണുന്നവര്. ആണോ? എന്നാൽ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടോ? അപ്പൊ ഈ വിശാലതയുള്ള, എന്നിട്ട് ഇവര് മതേതരത്വം ജനാധിപത്യം ഒക്കെ സംസാരിക്കും. ഇപ്പോഴും ഞാൻ ആരെയും കുറ്റം പറയും. ഞാൻ ഉള്ള യാഥാർത്ഥ്യം സത്യമായി പറയാണ്. ആണോ അല്ലേ? ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് തെറ്റാണെന്ന് ഒന്ന് കൈപൊക്കും. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞത് ഉണ്ട് എന്ന് പറയുന്നവർ കൈപൊക്കൂ. ഞാൻ പറയുന്നത് സത്യമാണെന്നുള്ളത്.
ഞാൻ എൻ്റെ അനുഭവമാണ് പറയണത്. പലരും വന്ന് പറയാറുണ്ട്, സ്വാമി ഞങ്ങൾ അവർക്ക് പ്രസാദം കൊടുത്തപ്പം അവർ പറഞ്ഞതൊക്കെ പിശാചിൻ്റെയാണെന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കാതെ പല ഉദ്യോഗസ്ഥന്മാരും പറയുന്ന കാര്യങ്ങളാണ്. അപ്പം അവരുടെ തലയിൽ കയറ്റിയിരിക്കണം നമ്മുടെ ക്ഷേത്രത്തിലെ പ്രസാദം വാങ്ങിക്കരുത്. ഉണ്ടോ? നമുക്കങ്ങനെയൊന്നുണ്ടോ? നമുക്കങ്ങനെ ഒരു പ്രസാദം ആരെങ്കിലും തന്നാൽ, ഇപ്പം ഒരു വെജിറ്റേറിയനായ ഞാനിപ്പോൾ എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള മുസ്ലിം, വളരെ നല്ല മുസ്ലിം സമുദായത്തിൽ ആളുകളുടെ ഭക്ഷണം തന്നാൽ ഞാൻ കഴിയും, എനിക്ക് വിരോധമില്ല. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വീട്ടിൽ ഞാൻ ഭക്ഷണം, എനിക്ക് വിരോധമില്ല. ഞാനൊരു വെജിറ്റേറിയനാണ്, അതുകൊണ്ട് എൻ്റെ രീതി തരണമെന്ന് മാത്രം. അല്ലാതെ എനിക്ക് ഒരു വിരോധവുമില്ല. നമ്മൾ അവരുടെ ഒരു തരത്തിലും ഒരു മാറ്റി നിർത്തലുമില്ല. ഇത് ഭാരതത്തിൻ്റെ തനതായ സംസ്കൃതിയാണ്. നിൽക്കട്ടെ. ഇപ്പം നമുക്ക് ഭൗതിക വിദ്യ മാത്രമല്ല, നമുക്ക് മറ്റൊരു വിദ്യയുണ്ട്, ലോകത്തിൻ്റെ കയ്യിൽ ഇല്ലാത്ത മറ്റൊരു വിദ്യ. അതാണ് ആത്മീയ വിദ്യ. ഇത് ശരിക്കും മനസ്സിലാക്കാതെ പോയി. നോക്കൂ, ഭാരതത്തിൻ്റെ സംസ്കൃതി അറിവാണ്, വിശ്വാസമല്ല, അറിവാണ്. ഭാരതത്തിൻ്റെ മതം അറിവിൻ്റെ മതമാണ്. മറ്റതെല്ലാം വിശ്വാസമാണ്. ഓൾറെഡി അവർ വിശ്വസിപ്പിക്കുകയാണ്. ഇവിടെ വിശ്വസിപ്പിക്കുകയല്ല, ഇവിടെ നമ്മളെ അറിയിപ്പിക്കുകയാണ്. അറിവ് തരികയാണ്. അപ്പം നമുക്ക് എന്ത് അറിവാണ് തരുന്നത്? നമ്മളെ കുറിച്ചുള്ളൊരു അറിവ്. അതാണ് ആത്മവിദ്യ. ആത്മം എന്ന് പറഞ്ഞാൽ തന്നെ അവനവനെ കുറിച്ചുള്ളൊരു വിദ്യ. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു വിദ്യ. അതെന്താണ് ആ വിദ്യ? ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള സാധ്യതകൾ, ശക്തി, കരുത്ത്, ഇതൊക്കെയാണ് ഭാരത ഋഷിവര്യന്മാർ ആത്മവിദ്യയിലൂടെ പഠിപ്പിച്ചത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നില്ല, നമുക്ക് സമയം അത്ര അനുവദനീയമല്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഭഗവത്ഗീത അറിയാം. ഭഗവത്ഗീത കേൾക്കാത്തവരാരുമില്ല. നിങ്ങൾ നോക്കൂ, യുദ്ധക്കളത്തിൽ അർജുനന് കൃഷ്ണൻ പഠിപ്പിക്കുന്നത് ആത്മവിദ്യയാണല്ലോ. കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ഈ വിദ്യ അധ്യാത്മവിദ്യയാണ്, ഇത് അധ്യാത്മമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ആത്മവിദ്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള കഴിവും സാധ്യതയും ശക്തിയും. ഇത് പഠിക്കണോ വേണ്ടയോ? പറയൂ. ഇത് പഠിക്കണം. കാരണം എന്താണെന്നറിയോ? ഇന്ന് മനുഷ്യൻ ഭൗതിക വിദ്യയുടെ മാത്രം ലോകത്തിൽ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ കടന്നു പോകുന്ന ലോകം എന്ന് പറയുന്നത് മുഴുവൻ പ്രലോഭനങ്ങളുടെ, എടുത്തുചാട്ടങ്ങളുടെ, ആവേശങ്ങളുടെ ലോകമാണ്. ഞാൻ കൂടുതലൊന്നും നിങ്ങളുടെ മുന്നിൽ തെളിവ് നിരത്തണ്ട. ഇന്നലെ ഒരു IAS സഹോദരി സൂയിസൈഡ് ചെയ്തതിൻ്റെ ചൂട് ഇപ്പോഴും അറിയിട്ടില്ല കേരളത്തിൽ. കണ്ടിട്ടില്ലേ പത്രവാർത്തകളൊക്കെ? അപ്പൊ നോക്കൂ, ഇവരൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ്, ഭൗതികമായി പലതും പഠിച്ചവരാണ്. എന്നാൽ ഇവർക്കൊക്കെ ഇല്ലാതെ പോയത് പല ചതിക്കുഴികളിലും പെടുമ്പോൾ, ജീവിതത്തിൻ്റെ ചില പ്രയാസങ്ങളിൽ വിടുമ്പോൾ, ആ പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ തരണം ചെയ്യാനുള്ളൊരു, ബാക്കി നിങ്ങൾ പറയണം, കഴിവ്, ശക്തി ഇവരുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണോ അതോ ഇവരത് കണ്ടെത്താത്തത് കൊണ്ടാണോ? പറയൂ നിങ്ങൾ. ഇവരുടെ ഉള്ളിലുണ്ടത്. അപ്പൊ അവരുടെ ഉള്ളിലുള്ള സാധ്യതകളെ അവരെ പഠിപ്പിക്കേണ്ടതുണ്ടോ? അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രയാസങ്ങൾ, അതിനെങ്ങനെ അഭിമുഖീകരിക്കണം, പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യണം, പ്രലോഭനങ്ങൾ അതിനെങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കുഴിയിൽ പെട്ടാൽ തന്നെ എങ്ങനെ അതിൽ നിന്നും സധൈര്യം പുറത്തു കിടക്കണം. ഇത് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്കതിനുള്ള കഴിവും പ്രാപ്തിയും നേടിക്കൊടുക്കേണ്ടതുണ്ടോ? നിങ്ങൾ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആത്മവിദ്യ പഠിപ്പിക്കണം. അങ്ങനെയൊന്ന് വേണോ? എന്താ ഒന്നും മിണ്ടാത്തത്? വേണോ വേണ്ടയോ? ഇന്ന് നമ്മുടെ കുട്ടികളുടെ മുന്നിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൂടുതലാണോ? പണ്ടത്തേതിനേക്കാളും ഉണ്ടോ? പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ലഹരിയുടെ പ്രലോഭനങ്ങളുണ്ട്. ഉണ്ടോ? കുറച്ചുകൂടി പ്രായമായി കഴിഞ്ഞാൽ, കൗമാരത്തിൻ്റെ പ്രായമായി കഴിഞ്ഞാൽ എട്ടും പൊട്ടും തിരിയാതെ പ്രേമത്തിൽ ചെന്ന് വീഴുന്നവരുണ്ട്. ഉണ്ടോ? അതും കഴിഞ്ഞ് ഏതൊക്കെയോ ജോലിക്കോ എന്തൊക്കെയോ മെനക്കെട്ട അവസാനം അതൊന്നും കിട്ടാതെ നിരാശയിൽ പോകുന്നവരുണ്ട്. ഉണ്ടോ? കുറേ പൈസ ഉണ്ടാക്കി അത് എവിടെയൊക്കെയോ പോയി ഇൻവെസ്റ്റ് ചെയ്ത്. ഞാൻ നിങ്ങളോട് വെറുതെ പ്രഭാഷണം പറയല്ല, യാഥാർത്ഥ്യങ്ങൾ പറയാണ്. ഞാൻ കാസർഗോഡ് പോയപ്പോൾ എൻ്റെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നു. ഒരു 60 വയസ്സുണ്ടാവും, 65 വയസ്സുണ്ടാവും. എന്നോട് പറഞ്ഞു, സ്വാമി ഞാൻ സൂയിസൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അതിൻ്റെ ട്രെയിനറല്ലാന്ന്. ഞാൻ സത്യം പറഞ്ഞു, എനിക്ക് അതിൻ്റെ ട്രെയിനിങ് അറിയില്ല. ഞാൻ കേട്ടിട്ടില്ലെങ്കിൽ ഒരു കയറ് മേടിക്കുക, തൂങ്ങുക, അത്രയേ ഉള്ളൂ എന്ന്. ഞാൻ അത്ര നിസ്സാരമായി കണ്ടു. കാരണം അങ്ങനെ തൂങ്ങി മരിക്കുന്നവരാരും ഒന്നും പറയാറില്ലേ. ചോദിച്ചു എന്താ പറ്റിയതെന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കിട്ടിയ പണം മുഴുവൻ ഒരു കമ്പനി തുടങ്ങി, അത് മുഴുവൻ പൊളിഞ്ഞ് പാപ്പറായി. ഞാൻ പറഞ്ഞു, കേരളത്തിലല്ലേ, സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.
കാരണം കേരളത്തിൽ രക്ഷപ്പെട്ടവരുടെ എണ്ണം കുറവാണ് ഇത്തരം കാര്യങ്ങളിൽ. അങ്ങ് പൊളിഞ്ഞതാര് അത്ഭുതമില്ല, എത്രയോ ആളുകൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്, അവരെ കൂട്ടത്തിൽ അങ്ങും. അപ്പം ചോദിച്ചു, ആത്മഹത്യ ചെയ്തുകൊണ്ട് അങ്ങയുടെ പ്രശ്നം തീരുവച്ചു. അല്ല, ആത്മഹത്യ ചെയ്തുകൊണ്ട് തൽക്കാലം ഞാനിവിടുന്ന് രക്ഷപ്പെടുമല്ലോ, എനിക്കിനി ആളുകൾ അഭിമുഖീകരിക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞു, മനുഷ്യ ആര് പറഞ്ഞു നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടെന്ന്? നിങ്ങൾ മനസ്സിലാക്കില്ലേ, നിങ്ങൾ ആത്മഹത്യ ചെയ്തു പോയാലും നിങ്ങളുടെ വീട്ടുകാരെ നാട്ടുകാരെന്താ പറയുക? ഓ, ഇവരുടെ അച്ഛൻ ആത്മഹത്യ ചെയ്ത്, ഇവരുടെ നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ പേരക്കുട്ടികളെ നോക്കിക്കൊണ്ട്, ഇത് ഈ കുട്ടിയുടെ മുത്തച്ഛനാണ് ആത്മഹത്യ ചെയ്ത്, ഈ കുട്ടിയുടെ മുത്തച്ഛൻ. ഇത് കേൾക്കുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടുമോ? പറയൂ. ഈ വാക്കുകൾ നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ കേൾക്കുന്നതിന് വിരോധം നിങ്ങൾ പോയി മരിച്ചോ? അപ്പം അദ്ദേഹം ചോദിച്ചു, സ്വാമി ഇതിന് വേറെ ഓപ്ഷൻ ഉണ്ടോ എന്ന്. ഞാൻ പറഞ്ഞ ഒരു ഓപ്ഷനേ ഉള്ളൂ. എന്ത്? ഒറ്റ ഓപ്ഷൻ, ഭഗവത്ഗീത പഠിക്കുമെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞ എൻ്റെ കൂടെ വരട്ടെ എന്ന്. ഞാൻ പറഞ്ഞിപ്പം വേണ്ട, അതിന് സമയമാകുമ്പോൾ വന്നാൽ മതി. ഏതായാലും ഇത് പഠിക്കൂ നിങ്ങൾ. അപ്പം നോക്കൂ, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ ആത്മവിദ്യ പഠിപ്പിക്കണം. എന്താണ് ഈ ആത്മവിദ്യ? ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട എന്തോ കടിച്ചാ പൊട്ടാത്ത കുറേ സാധനങ്ങൾ തലയിൽ കയറ്റുകയാണെന്ന്. ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഉള്ളിലുള്ള ആത്മവികാസ സാധ്യതകൾ, അവനവൻ്റെ ഉള്ളിലുള്ള ആത്മശക്തി. ആത്മവിദ്യ എന്ന് പറയുന്നത് തന്നെ ആത്മാ എന്നൊരു വാക്കുണ്ടല്ലോ. അവനവനിലുള്ള ആത്മശക്തി. അവനവൻ ആത്മാവില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ തെളിയിക്കാൻ പറ്റുമോ അവനവനിലൊരു ആത്മശക്തി ഇല്ല എന്നുള്ളത്? അപ്പം അവനവൻ്റെ ഉള്ളിലുള്ള ആത്മബോധത്തെ, അവനവൻ്റെ ഉള്ള ആത്മശക്തിയെ, അവനവൻ്റെ ഉള്ള ആത്മകഴിവുകളെ ഒരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ തളരാതെ പതറാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം. ഒറ്റയ്ക്കല്ല, കൈകോർത്ത് വല്ലവരെയും സഹായിച്ചുകൊണ്ട്, ലോകസംഗ്രഹം ചെയ്തുകൊണ്ട്, ലോകത്തിന് നന്മ ചെയ്തുകൊണ്ട്. ഇങ്ങനെ വന്ന അവതാര പുരുഷന്മാരാണ് നമ്മുടെ അവതാരങ്ങളൊക്കെ. രാമൻ ഭൂമിയിൽ വന്നതും കൃഷ്ണൻ ഭൂമിയിൽ വന്നതും ഒക്കെ ലോകസംഗ്രഹമേവാബി എന്നൊരു വാക്ക് നിങ്ങൾക്ക് കാണാം. ലോകത്തിൻ്റെ സംഗ്രഹത്തിന് വേണ്ടി, അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല. അവർ കൈപിടിച്ചുയർത്താണ്. കൃഷ്ണൻ ഗോപികമാരുടെ കൂടെ ആടുമ്പോഴും ചാടുമ്പോഴും നൃത്തം വെക്കുമ്പോഴും ആ ഗോപികമാരുടെ കൈപിടിച്ചുയർത്തിയതുകൊണ്ടാണ് ഇന്നും നിങ്ങൾ വൃന്ദാവനം എന്ന് പറയുന്ന UP-യിലെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കൃഷ്ണൻ്റെ മഹിമ ഇന്നും ആളുകൾ പാടുന്നത്, സ്മരിക്കുന്നത്, സ്മരണയിൽ ജീവിക്കുന്നത് ആണോ? പറയൂ. ആ ഗോപികമാരെ കൃഷ്ണൻ കൈപിടിച്ചുയർത്തി. നമുക്ക് മലയാളത്തിൽ ഒരുപാട് പാട്ടുകളുണ്ട്. രാധയോട് എന്താ കൃഷ്ണൻ സ്നേഹം കാണിക്കാഞ്ഞ്, രാധയെ എന്താ കൃഷ്ണൻ വിട്ടുപോയത്, രാധയോട് എന്താ പ്രണയം കാണിക്കാതിരുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ ആളുകളുടെ ചിന്ത. പക്ഷെ രാധയെന്ന് പറയുന്ന ഒരു സത്യം, രാധയെന്ന് പറയുന്ന കൃഷ്ണൻ്റെ കൂടെ നടന്നിട്ടുള്ള ഒരു വലിയ സത്യം ഇന്ന് വൃന്ദാവനത്തിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. കൃഷ്ണനേക്കാളും ആദ്യം വിളിക്കുന്ന പേര് രാധയെന്നാണ്. എന്താണ് ഇത്രയധികം രാധയ്ക്കുള്ള മഹത്വം? കൃഷ്ണനോളം രാധയെ ഉയർത്താൻ കൃഷ്ണനും സാധിച്ചു. അങ്ങനെ ഉയരാനുള്ളൊരു ഭാഗ്യം ആർക്കുണ്ടായി? ആർക്കുണ്ടായി? രാധയ്ക്കുണ്ടായി. ഇതാണ് മഹത്വം. അപ്പൊ കൈപിടിച്ചുയർത്തലാണ് നമ്മുടെ സംസ്കാരം. ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദേ ആത്മൈവ ആത്മനോബന്ധു ആത്മൈവ രിപുരാത്മന. അവനവനെ പിടിച്ചുയർത്തേണ്ട ഉത്തരവാദിത്വം അവനവന് തന്നെയാണ്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് വരണം. നമ്മുടെ ഭഗവത്ഗീത നമുക്കൊന്ന് പ്രചരിപ്പിച്ചെടുക്കണം. ആളുകളുണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ ഒരു കേരള സ്റ്റോറിക്ക് ഇത്രയും പ്രതിഷേധങ്ങളും ചർച്ചകളും നടക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് നാളെ നമ്മളൊക്കെ ഗീതയൊന്ന് പഠിച്ച് അതിലെ കുറച്ച് ശ്ലോകങ്ങളിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുകയാണെങ്കിൽ അധികകാലം വൈകണ്ട ഇതര മതസ്ഥർ പോലും പറയും ഭഗവത്ഗീതയാണ് മുന്നോട്ടുള്ള വഴി കാണിക്കുന്ന വെളിച്ചെന്ന്. അത് പറയിപ്പിക്കേണ്ടത് നമ്മളല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ പറയിപ്പിക്കേണ്ടത് നമ്മളല്ലേ? എന്തേ നമ്മൾ പറയിപ്പിക്കാത്തത്? നമ്മൾ അതിനൊന്നും വേണ്ടി മെനക്കെടുന്നില്ല. നമ്മൾ അറിവിന് വേണ്ടി മെനക്കെടുന്നില്ല. നമ്മൾ അറിവ് ശേഖരിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ച് അറിവെന്ന് പറയുന്നത് ഈ പത്രത്തിലും ചാനൽ ചർച്ചയിലും നടക്കുന്നത് മാത്രമേ അറിവുള്ളൂ. അതിനപ്പുറത്തൊരു അറിവുണ്ട് നമ്മുടെ പുസ്തകങ്ങൾ. ഒരു ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യക്കേടെന്ന് പറയുന്നത്, നിർഭാഗ്യക്കേടെന്ന് പറയുന്നത്, എത്രായിരം പുസ്തകങ്ങളാണ് നമുക്കുള്ളത്. ഇവിടെ ഒരു ലൈബ്രറി ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഹിന്ദു ഗ്രന്ഥങ്ങളൊന്ന് വെച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം മതിയാവില്ല അതിന്. നമുക്ക് എത്ര ഇതിഹാസങ്ങളുണ്ട് ചോദിക്കട്ടെ ഒന്ന്. ഞാൻ ഉറങ്ങുന്നവരോടല്ലോ സംസാരിക്കുന്നത്,
ഉണർന്നിരിക്കുന്നവരോടല്ലേ സംസാരിക്കുന്നത്. എത്ര ഇതിഹാസങ്ങളുണ്ട്? ഒന്ന് ഉറക്കെ പറയൂ, കാതെനിക്കുണ്ട്. എത്ര ഇതിഹാസങ്ങളുണ്ട്? നിങ്ങൾ ഹിന്ദുക്കളോ അതോ ജന്തുക്കളോ? എത്രണ്ണം? ഉറക്കെ പറയൂ, ഏതൊക്കെയാണ്? രാമായണവും മഹാഭാരതം. എത്ര പുരാണങ്ങളുണ്ട്? പേര് ചോദിക്കില്ല. പേര് ചോദിച്ചാൽ നിങ്ങൾ പെട്ടുപോകുമെന്ന് എനിക്കറിയാം. പേര് ചോദിക്കില്ല. കുറേ ഉണ്ടെന്നോ? ജനറലി 18. എന്നാ 18 ഉള്ളൂ. ഇനിയുണ്ട് ഉപപുരാണങ്ങൾ. എത്ര ഉണ്ടാവും? അധികം ഉണ്ടാവും. നിൽക്കട്ടെ, പുരാണങ്ങൾ. പിന്നെ നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരാണങ്ങളുണ്ട്. പിന്നെ നമുക്ക് കുറേ ഭക്തി ഗ്രന്ഥങ്ങളുണ്ട്, ഭക്തിശാസ്ത്രങ്ങൾ ഇല്ലേ? ഉണ്ടോ? ഇപ്പൊ പൂന്താനത്തിന്റെ കൃതികൾ, ഭട്ടതിരിപ്പാട് എഴുതിയിരിക്കുന്ന, ഇങ്ങനെ അനവധി ആചാര്യന്മാരുടെ കൃതികളില്ലേ? ഉണ്ടോ? വേദാന്ത തത്വങ്ങളുടെ പ്രകരണ ഗ്രന്ഥങ്ങൾ അനവധി ഉണ്ടാവില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഉണ്ടാവൂല്ലയോ? ഇങ്ങനെ നമ്മളൊന്ന് ശേഖരിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ അളവറ്റ പുസ്തകങ്ങളില്ലേ? ഉണ്ടായിരിക്കുമോ? അളവറ്റ പുസ്തകങ്ങളുള്ള ഒരേ ഒരു മതമാണ് ഏത്? ഹിന്ദുമതം. എന്നാൽ ഒരു കിതാബും തുറന്നു നോക്കേണ്ടതില്ലാത്ത ജന്തുക്കളുള്ള മതവും ഏതാണ്? ഹിന്ദുമതാണ്. നമ്മുടെ ഒരു ഭാഗ്യക്കേട് നോക്കൂ നിങ്ങൾ. എന്തൊരു കഷ്ടമാണത്! എത്ര നല്ല നല്ല കൃതികളുണ്ട്. നമുക്കെന്തൊരു ശാപം കിട്ടിപ്പോയി. ഇതൊരു കരുതിക്കൂട്ടിയുള്ള ഒരു കാര്യമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്തെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങളെ. ബ്രിട്ടീഷുകാരുടെ കാലം ചില്ലറ കാലമായിരുന്നില്ല. അതിൽ മാക്സ് മുള്ളറെ പോലുള്ളവർ സംസ്കൃതം പഠിച്ചിരുന്നു. നിങ്ങൾക്കറിയാം, മലയാളത്തിനൊരു നിഘണ്ടു എഴുതിയതാരാ? മലയാളത്തിനൊരു നിഘണ്ടു എഴുതിയതാരാണ്? ജർമ്മൻ. അദ്ദേഹം കേരളത്തിൽ ജനിച്ച ആളാണോ? ഒരു വിദേശി എഴുതേണ്ടി വന്നു. അതുപോലെ തന്നെ സംസ്കൃതം, ഇതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു. നിങ്ങൾക്കറിയോ, നമ്മുടെ കേരളത്തിൽ പണ്ട് സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്നു, മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. ഈ കഥ എങ്ങനെയാ വന്നത്? ഇതെങ്ങനെയാ വന്നത്? ഇത് പ്രചരിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഇതിൻ്റെയൊക്കെ പിന്നിൽ മിഷണറിമാരുടെ എന്താണ്, നല്ല ശക്തമായ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം ശ്രീമദ് ഭാഗവതത്തിൽ സംസ്കൃതത്തിൽ എഴുതി വച്ചിരിക്കുന്നത് മഹാബലിയെ വാമനൻ സുതലത്തിലേക്ക് ഉയർത്തി എന്നാണ്. സുതലം സ്വർഗ്ഗഭിപ്രാപ്ത്യം ജ്ഞാതിവിപരിവാരം. ഈ സംസ്കൃതമായ ഈ ഒരു ശ്ലോകാർത്ഥത്തെ എങ്ങനെയാ പാതാളമാക്കിയത്? ഇപ്പം നമ്മളിത് വായിക്കില്ല, നമ്മളിത് പഠിക്കില്ല, നമ്മളിത് ശ്രദ്ധിക്കില്ല. അതുകൊണ്ടൊരു ആവറേജ് മലയാളിയെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പത്തിൽ പറയൂ നിങ്ങൾ. ഇപ്പം നമ്മുടെ അറിവിനെ, ഋഷിവര്യന്മാർ തന്ന അറിവിനെ ദുർവ്യാഖ്യാനം ചെയ്തും വളച്ചു കെട്ടി തെറ്റായി ഇവിടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ നമ്മളിത് ചതിയാണെന്ന് പോലും അറിഞ്ഞില്ല. ഇതൊന്ന് കണ്ണു തുറന്ന് കാണണ്ടേ? എന്താണ് ഋഷി എഴുതി വച്ചിരിക്കുന്നത്? സത്യം അറിയണ്ടേ? ഉറക്കെ പറയൂ നിങ്ങൾ. ഇതൊന്ന് മനസ്സിലാക്കണ്ടേ? നമുക്ക് ഇതിലേക്കൊന്ന് ഇറങ്ങി വരണ്ടേ? നമ്മൾ ഇനി വളർന്നു വരുന്ന കുട്ടികൾ അവർ ഈ സംസ്കാരത്തെ മനസ്സിലാക്കിക്കൊണ്ട്, ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട്, ഇതിനും വലിയ മാനേജ്മെന്റ് ലോകത്തിലില്ല. ഇന്ന് ഭാരതത്തിൻ്റെ ഈ സംസ്കൃതി ഉൾക്കൊള്ളാനാണ് പാശ്ചാത്യർ ശ്രമിക്കുന്നത്. കാരണം ഭാരതം വിചാരിച്ചാൽ മാത്രമേ ലോകത്തിന് സമാധാനമുള്ളൂ എന്ന് പാശ്ചാത്യർ പറഞ്ഞു തുടങ്ങി. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഉക്രൈനിലെ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭാരതം വിശ്വഗുരുവാണെന്നാണ്. നിങ്ങൾ വിചാരിക്കണം സമാധാനം കിട്ടണമെങ്കിൽ. കാരണം ഈ ലോകത്തിൻ്റെ ഒരു ശബ്ദം ഭാരതമായി കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടറിയോ? ഭാരതത്തിന് സ്വാർത്ഥതയില്ല. ഭാരതം ആരുടെയും രാജ്യം കെട്ടിപ്പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ വെട്ടിപ്പിടിച്ചിട്ടില്ല, ആക്രമിച്ചിട്ടില്ല. ഭാരതം ആരുടെയും കാര്യത്തിൽ അനാവശ്യമായി ഇടപെട്ടിട്ടില്ല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ചിരപുരാതന കാലം മുതൽക്ക്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, തന്നെ ആക്രമിക്കാൻ വന്നൊരു വാവരെ അയ്യപ്പസ്വാമി മുന്നിലിരുത്തണമെങ്കിൽ എത്ര നിസ്വാർത്ഥ മനസ്സായിരിക്കണത്, എത്ര നിരഹങ്കാര മനസ്സായിരിക്കണം. അവിടെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്
എൻ്റെ ഉള്ളിലും നിന്റെ ഉള്ളിലും ഇരിക്കുന്ന ആത്മചൈതന്യം ഒന്നാണെന്ന അറിവിൽ ജീവിച്ചവരായിരുന്നു ഭാരതീയര്. അതാണ് ഭാരതത്തിന്റെ മഹത്വം. അതുകൊണ്ട് തന്നെയാണ് ലോക സമസ്ത. ഏത് മതത്തിലുണ്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന? സർവേഷാം സ്വസ്തിർഭവതു. ഒരു മതത്തിൽ നിങ്ങൾ കാണിച്ചു തരൂ, ഏതെങ്കിലും ഒരു മതത്തിൽ. എനിക്ക് അപ്പവും റൊട്ടിയും തന്ന് എന്നെ രക്ഷിക്കണേ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണേ, ഒക്കെ സ്വാർത്ഥതയാണ്. എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണേന്ന് വല്ലവനെയും തട്ടിയാലും കുഴപ്പമില്ല. എനിക്ക് സ്വർഗം കിട്ടണം, എൻ്റെ വീട്ടിൽ അപ്പവും റൊട്ടിയും തരണം, ഇതൊക്കെയാണ് മറ്റ് മതങ്ങളുടെ പ്രാർത്ഥന. നിങ്ങൾ നോക്കൂ നിങ്ങൾ. എന്നാൽ എനിക്ക് വേണ്ടിയല്ല, ലോകാസമസ്ത. നമ്മളുണ്ടല്ലോ, കുട്ടികളെ കൊണ്ട് ബ്രഹ്മചര്യം കഴിയുമ്പോൾ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഗായത്രി മന്ത്രം ചൊല്ലണമെന്നാണ്. ഈ ഗായത്രി മന്ത്രത്തിൽ തന്നെ പറയണത് ഓം ഭൂർഭുവസ്വ ചൊല്ലു, തത് സവിതൂർവരേണ്യം. ഞാൻ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യല്ല, അത് ചൊല്ലു. ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോ. എന്താ ന എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ ഹിന്ദുവിന് ചിലപ്പോണ്ടല്ലോ, ചിലപ്പോൾ വിവരക്കേട് കൊണ്ട് തെറ്റായിട്ടും പറയും. ഈ ദിയോയോ ന പ്രചോദയ എന്നുള്ളത് അതിന് രണ്ടർത്ഥമുണ്ട്. ദിയോയോ ന എന്നത് താഴ്ത്തി ശബ്ദം ഉച്ചരിച്ചാൽ, ന എന്നത് നിഷേധാത്മകം കൂടിയാണ്. ന എന്നത് ഉച്ചരിക്കുമ്പോൾ നഹ നഹ എന്നുള്ള രണ്ട് കുത്ത്. അപ്പോൾ അത് തമിഴ് സംസ്കാരം, ഈ ഉത്തരേന്ത്യ വൈദിക സംസ്കാരത്തിൽ അവർ നഹ എന്ന് പറയും. പക്ഷെ കേരളത്തിൽ അത് പഴയകാലം മുതൽക്ക് ന എന്നുള്ളൊരു ശക്തം, അതിനൊരു ദൃഢത കൊടുത്തുകൊണ്ട് ആ ഒരു ദൃഢതയിൽ ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം നഹ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും എന്നാണ്. എന്താണ്? എല്ലാവരുടെയും ബുദ്ധിയെ പ്രകാശിപ്പിച്ചാലും. നാന്ന് താഴ്ത്തി പറഞ്ഞാലോ, എൻ്റെ ബുദ്ധി ഒരിക്കലും നേരെയാക്കരുത് എന്ന്. എൻ്റെ ബുദ്ധി നേരെയാക്കരുത്. അപ്പോഴും നോക്കൂ നിങ്ങൾ, സ്വാർത്ഥതയല്ല. ഞങ്ങളുടെ ബുദ്ധി ഉയർത്തിയാലോ. സഹനാവവതു, വേദമന്ത്രങ്ങളല്ലേ. സഹനാവ്, സഹ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എൻ്റെ എന്നാണോ? എല്ലാവരുടെയും. ഈ വിശാലത, ഈ നിസ്വാർത്ഥത ഭാരതത്തിലില്ലേ? പറയൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിനൊരു വിശ്വഗുരുവാവാൻ സാധിക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു സംസ്കാരം ലോകത്തിലുണ്ടെങ്കിൽ എവിടെയാണുള്ളത്? ഭാരതത്തിനുള്ളതാണ്. എവിടെ ഒരുത്തൻ്റെ തല വെട്ടിയിട്ട് എനിക്ക് സ്വർഗം കിട്ടണമെന്ന് ഈ പാവൻ 2-3 കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ 5-ാം തീയതി ഇറങ്ങി ആ സ്റ്റോറി. കൊണ്ടുപോയിട്ട് സ്വർഗം കാണിച്ചു കൊടുക്കാൻ പോയതാ. എല്ലാം ഇവിടുന്ന് പോയിട്ട് അവനവന് സ്വർഗം കിട്ടാൻ വേണ്ടി പോയതാണ്. ഈ സ്വാർത്ഥത നമ്മുടെ ഭാരതത്തിലില്ല. എനിക്കും എൻ്റെ കാര്യം നടന്നു കിട്ടണം എന്നൊരു സ്വാർത്ഥത നമ്മുടെ ഭാരതത്തിലില്ല. ഭാരതത്തിൻ്റെ സംസ്കൃതി ആരെയും നശിപ്പിക്കുന്നതല്ല, ആരുടെയും സമ്പത്ത് അപഹരിക്കുന്നതല്ല. ഉപനിഷത്തുകളിൽ ശ്രേഷ്ഠമായ ഈശാവാസ്യ ഉപനിഷത്ത് തുടങ്ങുന്നത് ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ചീത മാ കൃത കസ്യ സിദ്ധനം, മാ കൃത കസ്യ സിദ്ധനം. കസ്യ, ആരുടെയും ധനം നാം നമ്മുടേതാക്കി മാറ്റരുത് എന്ന് പറയുന്നൊരു വിശാലത, അത് ഭാരതത്തിൻ്റെ ചിരപുരാതന കാലം മുതൽക്കുള്ള സംസ്കൃതിയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കേരളത്തിലെ ചില രാഷ്ട്രീയക്കാരുടെ ധാരണയുണ്ട്, ഞാൻ ആരെയും കുറ്റം പറയല്ല, ഈ ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞ് ഇവർ കൊണ്ടുവന്നാണെന്ന്. അത് ഇവരുടെ ഒരു ഔദാര്യം പോലെയാണ് ഇപ്പം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രീയമൊക്കെ ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ വന്നിട്ട് 150 പോട്ടെ 125 വർഷമായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ സംശയമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷമായി? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷമായി? എത്ര വർഷം? ഒരു 75 വർഷമായിട്ടുള്ളൂ. ഒരു 75നോട് വേണമെങ്കിൽ ഒരു 50 കൂടി ചേർത്തോളൂ. ഇവരൊക്കെ വന്നു എന്നങ്ങോട്ട് വിചാരിക്കുക. എത്രയും 125. ഈ രാഷ്ട്രീയങ്ങളൊക്കെ കേരളത്തിലോ ഇന്ത്യയിലോ വന്നിട്ട് എത്ര വർഷം? ഉറക്കെ പറയൂ. 125 വർഷമായിട്ടുള്ളൂ. എന്നാൽ നമ്മുടെയൊക്കെ മുത്തശ്ശന്മാരോട് ചോദിച്ചാൽ അവർ പറയും, മാവേലി നാടുവാണിടും കാലം മാനുഷരെല്ലാരും. ഈ സോഷ്യലിസം എല്ലാവരെയും ഒരുപോലെ കാണുന്ന, കള്ളവും ചതിയും വഞ്ചനയും ഇല്ലാത്ത സംസ്കാരം രാഷ്ട്രീയക്കാരൻ്റെ ഔദാര്യമാണോ? അല്ല, നിങ്ങൾ സത്യം പറയൂ, ഇത് രാഷ്ട്രീയക്കാർ തന്നതാണോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? അയ്യപ്പസ്വാമി തൻ്റെ മുന്നിൽ കറുപ്പസ്വാമിയെയും
കാട്ടിലുള്ളവരാണ്. ആണോ? ആണോ? മാളികപ്പുറത്തമ്മയെയും ആണോ? മാളികപ്പുറത്തമ്മയുടെ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ മഹിഷിയാണ് പിന്നീട് ആരായത്? മാളികപ്പുറമായത്. ഈ തരത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം നിങ്ങൾ നോക്കൂ. രാമായണത്തിൽ കാണാം. രാമായണത്തിലും ശ്രീരാമസ്വാമി സുഗ്രീവനെ ഉൾക്കൊള്ളുന്നുണ്ട്, ബാലിയെയും ഉൾക്കൊള്ളുമായിരുന്നു. ബാലി തെറ്റിദ്ധരുത്താൻ തയ്യാറുണ്ടെങ്കിൽ ബാലിയെയും ഉൾക്കൊള്ളുമായിരുന്നു. ഉണ്ടോ? തെറ്റിദ്ധരുത്താൻ ബാലിക്ക് അവസരം കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അതുപോലെ രാവണന് അവസരം കൊടുത്തിട്ടുണ്ടോ? ദൂതന്മാര് ചെന്ന് പറഞ്ഞിട്ടുണ്ടോ? കയറി അങ്ങോട്ട് ആക്രമിച്ചതാണോ? ആണോ? ഇങ്ങനെ ആ തരത്തിലുള്ള രാക്ഷസ വംശത്തിൽപ്പെട്ട, അന്ന് വേറെ മതങ്ങളില്ല, അവരൊക്കെ ആദരവോടെ ബഹുമാനത്തോടെ സ്വീകരിച്ച് ഉൾക്കൊണ്ട് അംഗീകരിച്ചിരുന്നോ രാമൻ? ഉണ്ടോ? നിങ്ങൾ അതിനെ മതേതരത്വം എന്ന് വിളിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയക്കാരൻ്റെ ഔദാര്യമാണോ? എനിക്കിത്രേ അറിയേണ്ടതുള്ളൂ. ആണോ? ഇപ്പൊ രാഷ്ട്രീയക്കാരൻ വരുന്നതിന് മുമ്പ് ഈ രാജ്യത്തിൽ മതേതരത്വമുണ്ട്, ജനാധിപത്യമുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതല്ലേ ജനാധിപത്യത്തിന്റെ മഹത്വം? ആണോ? ഭാരതത്തിൽ നോക്കൂ നിങ്ങൾ, അവിടേക്കാണ് നമ്മൾ ഈ വേദത്തിലൊക്കെ നോക്കേണ്ടത്, പഠിക്കേണ്ടത്. നിങ്ങൾ വേദത്തിൽ പുരുഷനും സ്ത്രീക്കും തുല്യ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. നിങ്ങൾ നോക്ക്, ഏതൊരു ദേവന്റെ കൂടെയും ഒരു ദേവതയെ വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ രാമായണവും നിങ്ങൾ കൂടെ വേദത്തിലേക്ക് നോക്കണ്ട, നിങ്ങൾ രാമായണത്തിലേക്കും ഭാഗവതത്തിലേക്കും നോക്കുക. സ്വതന്ത്രമായിട്ട് രാമായണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശ്രീരാമസ്വാമിയോട് ഈക്വലി സംവദിക്കാൻ കാട്ടിൽ ജനിച്ച ഒരു ശബരി ദേവിക്ക് അന്ന് സാധിക്കുമായിരുന്നു? ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ? പറയൂ. ഇന്നും നോക്കൂ നിങ്ങൾ, പല മതത്തിലും കണ്ണുപോലും കാണാൻ പാടില്ല എന്നാണ്. ഈ തരത്തിലൊക്കെ മുഴുവൻ ചാക്ക് കൊണ്ട് മൂടി അല്ലെങ്കിൽ കറുപ്പ് കൊണ്ട് മൂടി സ്ത്രീയെ കണ്ടാൽ എന്തൊക്കെയോ തോന്നും അത്രേ അവർക്ക്. ഈ തരത്തിലൊക്കെ ഉള്ള കാടത്വം ഇന്നുമില്ലേ? എന്തേ ഇത്രയും ജനാധിപത്യ ബോധമുള്ളവരും സോഷ്യലിസ ബോധമുള്ളവരും എതിർക്കാത്തത് ഇതിനൊക്കെ? എന്ത് ഇതിനെക്കുറിച്ച് പറയാത്തത്? പാവം ഇറാനിലൊക്കെ അവിടെ സ്ത്രീകളെ ഇങ്ങനെ മൂടി നടന്നപ്പോൾ കുറേ സ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിന് താല്പര്യമില്ല എന്ന്. സാധാരണ ഡ്രസ്സ് ഇട്ടോളാം ഞങ്ങൾ. അതിനെതിരെ അവിടെ വലിയ പ്രശ്നങ്ങളെ കുറേ സ്ത്രീകളെ വധിച്ചു. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയോ? എന്താ മിണ്ടാത്ത നിങ്ങൾ? മിണ്ടിയോ? അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഭാരത സംസ്കാരത്തെ മാത്രം ഇകഴ്ത്തിക്കാണുന്ന ചില കൂട്ടരില്ല ഇവിടെ. ഉണ്ടോ ഇല്ലയോ? ഞാനൊരു രാഷ്ട്രീയ പ്രസംഗമല്ല പറയേണ്ടത്, എനിക്കതിനോട്ട് താല്പര്യമില്ല. ഞാനുള്ള യാഥാർത്ഥ്യം നിങ്ങളോട് പറയാണ്. രാമൻ ശബരിയെ കാണുന്നു. ശ്രീരാമസ്വാമി നോക്കൂ, ബാലിയെ വധിച്ച് താരയോട് സംവദിക്കുകയാണ്. ഉണ്ടോ? ആ താരയുടെ മനസ്സിനെ പിടിച്ചുയർത്തുകയാണ്. ഉണ്ടോ ഇല്ലയോ? ശ്രീരാമസ്വാമി മണ്ഡോദരിയോട് സംസാരിക്കുന്ന രംഗം കാണാം. ഉണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഭാരതത്തിൽ സ്ത്രീകൾക്ക് എവിടെ ജനിച്ചവരായാലും സംസാരിക്കാനും അഭിപ്രായം പറയാനും. ഉറക്കെ പറയൂ. ഇനി കൃഷ്ണൻ നോക്കൂ, അവതാര പുരുഷനാണ്. എട്ടും പൊട്ടും തിരിയാത്ത ഗോപികമാരുടെ ഇടയിൽ ചെന്ന് ആ ഗോപികമാരെ കൃഷ്ണനോട് സംവദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ത്രീകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലേ? ഇനി സ്ത്രീകൾ മാത്രമല്ല, ഏത് തലമുറ എങ്ങനെയുള്ളവരായാലും ശരി, എത്ര സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു വലിയ ബ്രാഹ്മണനോട് മഹാഭാരതത്തിൽ പറയുന്നത് തനിക്ക് ആത്മജ്ഞാനം കിട്ടണമെങ്കിൽ ധർമ്മവ്യാധന്റെ അടുത്ത് എന്ന് പോയി പഠിക്കൂ എന്നാണ്. ധർമ്മവ്യാധൻ എന്ന് പറഞ്ഞാൽ മാംസം വിൽക്കുന്നവനാണ്. ഒരു മാംസം വിൽക്കുന്നതിൻ്റെ അടുത്ത് എന്ന് അറിവ്, ആത്മജ്ഞാനം പകർന്നു കൊടുക്കുന്ന സംസ്കാരം നമുക്കുണ്ട്. നിങ്ങൾക്ക് കാണാം, യോഗവാസിഷ്ഠത്തിൽ സ്ത്രീകളാണ് ആത്മവിദ്യ ഉപദേശിക്കുന്നത്. ആത്മവിദ്യ ഉപദേശിക്കുന്ന സ്ത്രീകൾ ഭാരതത്തിലുണ്ടായിരുന്നു. യോഗവാസിഷ്ഠം നിങ്ങൾക്ക് എത്ര കൃതികൾ വേണം കാണാൻ, എടുത്തു പഠിച്ചു നോക്കൂ നിങ്ങൾ. ഭാരതത്തിൻ്റെ സംസ്കാരം ചിരപുരാതന കാലം മുതൽക്ക് തന്നെ, വേദകാലം മുതൽക്ക് തന്നെ ജനാധിപത്യവും, അന്ന് മതേതരത്വം എന്നുള്ളൊരു വാക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഇതര മതങ്ങളൊന്നും, എന്നാൽ ഇതര സംസ്കാരങ്ങൾ, ആസുരിക സംസ്കാരങ്ങളും മറ്റൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എങ്കിലും അതിനെയൊക്കെ ഉൾക്കൊള്ളാൻ നമ്മുടെ പൂർവികന്മാർക്ക് കഴിഞ്ഞിരുന്നു. അപ്പം ഈ വിശാലത ഇതൊരു രാഷ്ട്രീയക്കാരിൽ നിന്നും കിട്ടിയതാണോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അത് നമ്മൾ പറയണം. നിങ്ങളുടെ ഔദാര്യമേ അല്ല ഇത് നിങ്ങൾ തന്നതല്ല. പക്ഷെ ഇവരുടെയൊക്കെ അവതരണം കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്താ വിചാരിക്കുക? ഇവർ വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ്.
എന്നാൽ ഇവരുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ശ്രീമദ് ഭാഗവതവും രാമായണവും ഒക്കെ വായിക്കണം നമ്മൾ. ശ്രീമദ് ഭാഗവതമൊക്കെ വായിക്കുമ്പോണ്ടല്ലോ നമ്മൾ കരഞ്ഞു പോവും, കണ്ണ് നിറഞ്ഞു പോവും. ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവരോട് പറയാണ് അവസാനം, അദ്ദേഹം കൃഷ്ണനെ വിട്ടു പിരിഞ്ഞു പോവാണ്. ഹേ ഉദ്ധവ, നമസ്കരിക്കൂ എന്നാണ്. ആരെയാണ് നമസ്കരിക്കേണ്ടത്? ആരെയാണ് നമസ്കരിക്കേണ്ടത്? വഴിയിൽ കാണുമ്പോൾ നീ നമസ്കരിക്കണം. സ്ത്രീകളെ നമസ്കരിക്കണം, ചണ്ടാളരെ നമസ്കരിക്കണം. എന്ന് വെച്ചാൽ ചണ്ടാളരെ നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അന്നും ഒരു വളരെ ഏറ്റവും ഒരു താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരിലും ആത്മാവിനെ കാണണം. അവരെയും പ്രണമത് ഭൂമോ ദണ്ഡവത് ഭൂമോ ആശ്വചണ്ടാളഗോകരം, കഴുതകളെ കണ്ട നമസ്കരിക്കണം. മനസ്സിലായില്ലേ? ബ്രഹ്മണ്യർക്കേ സ്ഫുലിംഗേ എന്താണ്? ബ്രാഹ്മണരെ കണ്ടാൽ, അതുപോലെ തന്നെ അല്ലാത്ത സാധാരണ ജനങ്ങളെ കണ്ടാൽ, അതായത് ഒരു വേർതിരിവും വേണ്ട എന്ന് പറയുന്ന എല്ലാവരെയും നമസ്കരിക്കണം. വീണ്ടും ഒരു ശ്ലോകം കൽപ്പിച്ചു തരാം. ഒരമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മകൻ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അമ്മയെ ഒന്ന് ചൊല്ലിക്കോളൂ മനസ്സിൽ. എന്താണ് ചൊല്ലേണ്ടത്? ഞാൻ എല്ലാ സർവചരാചരങ്ങളെയും ഞാൻ മനസാ ഏതാനി ഭൂതാനി പ്രണമേ. മനസാ ഏതാനി, മനസാ എൻ്റെ മനസ്സുകൊണ്ട്, ഏതാനി ഭൂതാനി പ്രണമേ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് എല്ലാ ഭൂതങ്ങളെയും സർവചരാചരങ്ങളെയും നമസ്കരിക്കുന്നു. ഇത് ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. ആരെയും വേർതിരിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വേർതിരിച്ചിട്ടുണ്ടോ? അപ്പം അതുകൊണ്ട് നമുക്കിവിടെ ഒരു തരത്തിലുള്ള വേർതിരിവുമില്ല. പിന്നെ ഇവിടെ ആകെ പറയാനുള്ളൊരു സാധനം ജാതിയാണ്. ഈ ജാതി എന്ന് പറയുന്നത് ഏറെ തെറ്റിദ്ധരിച്ചതുമാണ്. നോക്കൂ, അത് നമ്മളുണ്ടല്ലോ, രാഷ്ട്രീയക്കാർ ഇപ്പോഴും അതിൽ തൂങ്ങിക്കിടക്കുകയാണ്. കാരണം അത് അവർക്കൊരു വോട്ട് ബാങ്കാണ്. ആ ചതി നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ജാതീയതയുടെ ഒരു അതിർവരമ്പ് ഭാരതത്തിൽ പണ്ട് കാലം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ശ്രീരാമസ്വാമി കാട്ടിൽ പോയി ആദ്യം തന്നെ ഗുഹനെ ആലിംഗനം ചെയ്യുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഗുഹനെ ആലിംഗനം ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഗുഹന്റെ കൂടെയല്ലേ തോണിയിൽ പോയത്? തൊട്ടുകൂടായ്മയും കൂടായ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ശ്രീരാമസ്വാമി കാട്ടിലുള്ളവരുടെ കൂടെ ജീവിക്കുന്നു. വിഭീഷണൻ അദ്ദേഹത്തിനെ ഉൾക്കൊള്ളുന്നുണ്ട്. ഉണ്ടോ? പറയൂ നിങ്ങൾ. പലരെയും ശ്രീരാമസ്വാമി ഉൾക്കൊണ്ടുണ്ട്. അന്ന് ജാതീയമായൊരു വേർതിരിവുണ്ടോ? ശബരീദേവി കൊടുത്തത് കഴിക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ ശ്രീരാമസ്വാമി ജാതീയത കാണിച്ചിട്ടുണ്ടോ? ആരെയും തുടരുതെന്നോ ആരെയും കാണരുതെന്നോ പറഞ്ഞിട്ടുണ്ടോ? ഇനി കൃഷ്ണന്റെ ജീവിതം എടുത്തു നോക്കൂ നിങ്ങൾ. ഗോപികമാരും ഗോപന്മാരും അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആരെയും കൃഷ്ണൻ ഒരു കുബ്ജയെ സുന്ദരിയാക്കുന്ന കൃഷ്ണൻ ജാതി നോക്കിക്കൊണ്ടാണോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട ഒരു കുബ്ജ എന്ന് എഴുതി വെച്ചിട്ടില്ല. ഏതോ ഒരു കുലത്തിൽപ്പെട്ട ഒരു കുബ്ജയെ ഭഗവാൻ സുന്ദരിയാക്കുന്നു. ഉണ്ടോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വേദത്തിലേക്കൊക്കെ നോക്കിക്കോളൂ. അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം പലരും ജാതീയമായ ഒന്നും നോക്കിയിട്ടില്ല. ഒരു ഗുരുവിൻ്റെ അടുത്ത് ഇത് വേദത്തിലെ കഥയാണ്, ഉപനിഷത്ത് കഥയാണ്. ഒരു ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യൻ വരികയാണ്. അപ്പം നിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചു. ഹൂ ഈസ് യുവർ ഫാദർ? ഉടനെ കുട്ടി പറഞ്ഞു, സത്യം പറയാലോ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ ഒരു വീട്ടിൽ പല വീടുകളിലും അടിച്ചു തളികി പോകുന്ന ആളാണ്. കാരണം പാവപ്പെട്ടൊരു വീട്ടിലത്തെയാണ്. അമ്മയ്ക്ക് പോലും അറിയില്ല അച്ഛൻ ആരാണെന്ന്. എങ്ങനെയോ സംഭവിച്ചതാണ്. എവിടുന്നോ ഞാൻ അമ്മയ്ക്ക് കിട്ടിയതാണ്. അമ്മ പറഞ്ഞത്, ഞാൻ ചോദിച്ചു ഈ ചോദ്യം, അമ്മ അച്ഛൻ ആരാണ്? അപ്പം അമ്മ പറഞ്ഞു, എനിക്കും കൃത്യമായിട്ട് അറിയില്ല എന്ന്. ഒന്ന് ആലോചിച്ചു. അന്ന് എഴുതി വെച്ച കഥയാണത്. അന്ന് എഴുതി വെച്ചെന്നാ ഇന്നാണെങ്കിൽ അമ്മമാരെന്തെങ്കിലും നുണ പറയും, നിന്റെ അച്ഛൻ ഇന്ന ആളാണ് മോനെ എന്ന്. അന്ന് അമ്മ സത്യം പറഞ്ഞു, നിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്കും അറിയില്ല. അങ്ങനെ സംഭവിച്ചു പോയി കുട്ടി, നിന്നെ എനിക്ക് കിട്ടി. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഗുരുവിനോട് പറഞ്ഞു, എനിക്കറിയില്ല ആരാ അച്ഛൻ എന്ന്. ഉടനെ ഗുരു പറയുന്നത് എന്താ അറിയോ? നീ ബ്രാഹ്മണനാണെന്നാണ്. കാരണം സത്യം പറയുന്നു എന്നുള്ളതാണ്. ഇപ്പം നോക്കൂ, അന്ന് ആ സത്യത്തിന് എത്ര വാല്യൂ കൊടുത്തിട്ടുണ്ട്. സത്യം പറയുന്നവരെയാണ് നീ ബ്രാഹ്മണനാണെന്ന് പറയുന്നത്.
അല്ലാതെ അവൻ്റെ DNA എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയതല്ല. അപ്പം നീ സത്യം പറയുന്നവനാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഭാരതത്തിൽ ജാതീയത എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികൾ പഠിക്കണം. നിങ്ങൾ അമ്മമാർ പറഞ്ഞു കൊടുക്കണം. ഈ ജാതീയത എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളെയും വേർതിരിച്ചതല്ല. ക്ലാസിഫൈ ചെയ്ത് ഇങ്ങനെ ഒരു 3-4 വിഭാഗങ്ങളാക്കി വെച്ചത് ഒരു ഡിസ്ക്രിമിനേഷൻ അല്ല. പിന്നെ എന്തിനത് എഴുതി വെച്ചു ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഓരോ വ്യക്തിയിലും ആത്മശക്തി തുല്യമാണ്. ഓരോ വ്യക്തിയിലും ആത്മസാധ്യതകൾ കൂടുതലാണ്. പക്ഷേ പലരുടെയും ആ ഗുണശക്തികൾ മറഞ്ഞു കിടക്കുകയാണ് അവരിലുള്ള ഗുണത്തിൻ്റെ പ്രത്യേകത കൊണ്ട്. ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, അർജുന, എല്ലാവരും ഏതുപോലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിളക്ക് കത്തിച്ച ആ വിളക്കിലെ ദീപം പോലെയാണ്. എന്നാൽ ചില വിളക്കിൻ്റെ, നിങ്ങൾ പണ്ടത്തെ പാനീസ് ഓർക്കുക, പണ്ടത്തെ നമ്മുടെ റാന്തൽ ഓർക്കുക. ഈ റാന്തൽ വിളക്കിൻ്റെ ഗ്ലാസ് നല്ല വൃത്തിയുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിൽ വെളിച്ചം നല്ലതായിരിക്കും. അതിലല്പം പുക പിടിച്ചിട്ടുണ്ടെങ്കിലോ, ആ പുക പിടിച്ചിട്ടുണ്ടെങ്കിലോ വെളിച്ചത്തിനൊരു മങ്ങലുണ്ടാവും. അതിൽ കംപ്ലീറ്റ് കരി പിടിച്ചിട്ടുണ്ടെങ്കിലോ, പറയൂ, ആ വെളിച്ചത്തിൻ്റെ കുഴപ്പമാണോ ആ ഗ്ലാസിൻ്റെ കുഴപ്പമാണോ? ഇതുപോലെ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ, തമോ ഗുണവും രജോ ഗുണവും സത്വഗുണവും. ഈ സത്വഗുണം എന്ന് പറഞ്ഞാൽ നല്ല ക്ലീൻ ഗ്ലാസ്സാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണൻ സത്വഗുണപ്രധാനിയാണ് പറയുന്നത്. എന്നാൽ അല്പം ഒരു പുക പിടിച്ച മനസ്സാണ് രജോ ഗുണമുള്ള മനസ്സ്. അത് ക്ഷത്രിയനും വൈശ്യനും വിട്ടുകൊടുത്തു. വൈശ്യന് കുറച്ചുകൂടി തമോ ഗുണമുണ്ട്. എന്നാൽ പരിപൂർണമായി കരിപിടിച്ച ഒരു മനസ്സാണ് ശൂദ്ര മനസ്സെന്ന് പറയുന്നത്. അത് ശൂദ്രനെ തരം താഴ്ത്താൻ വേണ്ടിയിട്ടല്ല, അവൻ്റെ മനസ്സിനെ ആ കരി തുടച്ച് ബ്രാഹ്മണനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് എഴുതി വെച്ചത്, വ്യാസഭഗവാൻ എഴുതി വെച്ചു, ജന്മനാ ജായതേ ശൂദ്ര. കർമ്മം കൊണ്ട് ദ്വിജത്വം വരുന്നു, ജ്ഞാനം കൊണ്ടൊരാള് ബ്രാഹ്മണനായി മാറുന്നു. ഇപ്പോൾ ഒരാളുടെ അറിവ്, ഇന്ന് ഞാൻ പറയുമ്പോണ്ടല്ലോ, സ്കൂൾ ക്ലാസ്സുകളിൽ പോലും ഈ ക്ലാസിഫിക്കേഷൻ ഉണ്ടോ പറയണം. IQ കൂടുതലുള്ളവർ, ആവറേജ്, ബിലോ ആവറേജ് ഉണ്ടോ? ക്ലാസ് റൂമുകളിൽ ടീച്ചർമാർ ഇത്തരം ശബ്ദം ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. ഉണ്ടോ? അപ്പൊ ഇത് അന്ന് പറഞ്ഞപ്പോൾ അതിന് കൊടുത്ത പേരാണ്, ഇന്ന് ബിലോ ആവറേജ്, എബോ ആവറേജ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിന് അന്ന് കൊടുത്ത പേരാണ്, പറയൂ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നത്. ഭാരതത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരിക്കലും ഒരാളെയും താഴ്ത്തിക്കെട്ടി ആരെയും അപമാനിച്ചിട്ടില്ല. ആരിൽ ആത്മീയ ശക്തിയുണ്ടോ, ആരിൽ കഴിവുണ്ടോ, ആരിൽ ശ്രേഷ്ഠതയുണ്ടോ, അറിവുണ്ടോ, അതേത് ജാതിയിൽപ്പെട്ടവരായാലും അവരെ നമസ്കരിച്ച ആദരിച്ച സംസ്കാരമാണ് നമുക്കുള്ളത്. അതുകൊണ്ടല്ലേ നാരായണ ഗുരുദേവനെ വളരെ ആദരവോടെ ബഹുമാനത്തോടെ ഈ ഭാരതം ഒരു ബ്രഹ്മർഷിയായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒരു ദേവർഷിയായി കണ്ട് ആദരിച്ചത് ആണോ? അതുപോലെ തന്നെയാണല്ലോ അയ്യങ്കാളിയെ പോലുള്ളവര്. അങ്ങനെ എത്ര എത്ര ആളുകൾ, എവിടെ അറിവുണ്ടോ, എവിടെ കഴിവുണ്ടോ, അവർക്കെന്നും സമൂഹത്തിലെന്നും ആദരവും, പറയൂ നിങ്ങൾ, ബഹുമാനവുമുണ്ട്. എല്ലാവരെയും അറിവിൻ്റെയും കഴിവിൻ്റെയും ശക്തിയുടെയും ലോകത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അവൻ്റെ ജീവിതം അവർക്കും സമൂഹത്തിനും ഉപകാരപ്രദമാക്കാൻ അവനോട് പറയണം, നിനക്ക് ഇത്തിരി തമോ ഗുണമുണ്ട്, അതിനെ നീ ഒന്ന് പരിവർത്തനം വരുത്തിയെടുക്കണം. ഈ പരിവർത്തനം വരുത്തിയെടുക്കാൻ നമ്മുടെ ഋഷിവര്യന്മാർ നമുക്ക് തന്നിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്, അല്ലെങ്കിൽ മാർഗദൈവമാണ് നമ്മുടെ വേദങ്ങൾ. വാസ്തവത്തിൽ നമ്മളതാരും മനസ്സിലാക്കിയില്ല. ഈ വേദം എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചു അത് വെറുതെ ഉച്ചരിച്ച് ചൊല്ലാനുള്ളതാണ്. നോക്കൂ, വേദവ്യാസ മഹർഷി വേദത്തെ അദ്ദേഹത്തിൻ്റെ മുൻകാലങ്ങളിൽ ഗുരുക്കന്മാർ എഴുതി വെച്ച വേദസംഹിതകളെ അദ്ദേഹം 3 ഭാഗങ്ങളാക്കി വെച്ചു. അപ്പം നിങ്ങൾ ഋഗ്വേദമെന്നും യജുർവേദമെന്നും അതിൽ തന്നെ കൃഷ്ണയജുർവേദമെന്നും ശുക്ലയജുർവേദമെന്നും സാമവേദമെന്നും അഥർവവേദമെന്നും എല്ലാം അറിയപ്പെടുന്ന ഈ വേദശാഖകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ
അല്ലെങ്കിൽ വേദ സംഹിതകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്ന മന്ത്രങ്ങളൊക്കെ യാഗങ്ങളും യജ്ഞങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ബ്രാഹ്മണങ്ങൾ, അതെല്ലാം മന്ത്രങ്ങൾ ഹോമത്തിൻ്റെ, യജ്ഞത്തിൻ്റെ. എന്തിനാണ് അത് ആദ്യം എഴുതി വെച്ചത്? അത് മനുഷ്യൻ്റെ ഉള്ളിൽ ഈ മന്ത്രങ്ങൾ ചൊല്ലി അവൻ്റെ തമോ ഗുണത്തെ കർമ്മം കൊണ്ട് മാറ്റിയെടുത്ത് രജോ ഗുണമാക്കി മാറ്റിയെടുക്കാനാണ്. അവന് പല ആഗ്രഹങ്ങളും ജനിപ്പിച്ച് അവനെ കൊണ്ട് പല യാഗങ്ങളും യജ്ഞങ്ങളും ഹോമങ്ങളും ചെയ്യിച്ച് ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഞാൻ പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെ കൊണ്ടും രാവിലെ എണീറ്റ് അഗ്നിഹോത്രം ചെയ്യിക്കുക, ഏതെങ്കിലും ഒരു മന്ത്രസംഹിത ചെയ്യിക്കുക, നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുക. വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ, വേദത്തിൽ പറഞ്ഞ് ശരിയാണോ എന്നുള്ളത്. ഇതൊക്കെ ചെയ്തു നോക്കുക. അപ്പം ആ കുട്ടികളുടെ ഉള്ളിൽ ഒരു കർമ്മശക്തി ഉണരും. അവൻ്റെ ഉള്ളിലുള്ള കർമ്മ ചിന്തകൾ ഉണരുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള തമോ ഗുണത്തിൻ്റെ ആലസ്യവും അവശതയും ഒക്കെ അങ്ങോട്ട് കുറഞ്ഞു വരുമ്പോൾ അവനവന് തന്നെ ഒരു ഉയർച്ച തോന്നും. ഉണ്ടോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? വേണമെങ്കിൽ നമുക്ക് പരീക്ഷിച്ചു നോക്കാം. ഇതെല്ലാം ഇന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ കുട്ടികളെ കൊണ്ട്. ഇനി അതല്ല, നിങ്ങൾക്കിനിപ്പോൾ യാഗവും ഹോമമൊന്നും ചെയ്യേണ്ട, പ്രാണായാമം ചെയ്താലും മതി. കൃഷ്ണൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യാവൂന്നുള്ളതില്ല, നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോവുക, രാവിലെ ഒരു 5-5:30 മണിക്ക് എണീറ്റ് അമ്പലത്തിൽ പോവുക, മന്ത്രങ്ങൾ ചൊല്ലി പ്രദക്ഷിണം വയ്ക്കുക. ഒരു പ്രവൃത്തി വേണം. ഒരു ആക്ഷൻ കൊണ്ട് മാത്രമേ ഒരു ഇന്നാക്ഷൻ മാറ്റാൻ പറ്റുള്ളൂ, ഒരു ലതാർജി മാറ്റാൻ പറ്റുള്ളൂ. കർമ്മം കൊണ്ട് മാത്രമേ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആലസ്യവും അവശതയും മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ വേദത്തിൻ്റെ ആദ്യ ഭാഗത്തെ കർമ്മകാണ്ഡം എന്ന് പറയും. എന്താണ്? നമ്മൾ വേദത്തെ ജനറലി 4ആയിട്ടാണ് വേർതിരിച്ചെങ്കിലും നമുക്ക് ജനറലി 3 പറയാം. ആദ്യത്തെ ഭാഗത്തെ വിളിക്കുന്ന പേര് ഉറക്കെ പറയൂ, കർമ്മഭാഗങ്ങളാണ്. കർമ്മങ്ങൾ, കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പല യാഗങ്ങളും ഹോമങ്ങളും യജ്ഞങ്ങളൊക്കെ ചെയ്യാനുള്ള ഋക്കുകളാണ്, മന്ത്രങ്ങളാണ്. ഇനി രണ്ടാമത്തെ ഒരു ഭാഗത്തെയാണ് ഉപാസനാകാണ്ഡം എന്ന് പറയുക. അവിടെയാണ് നമ്മൾ കാണുന്ന സൂക്തങ്ങളൊക്കെ ധാരാളം. പുരുഷ സൂക്തവും ഭാഗ്യസൂക്തവും ശ്രീസൂക്തവും തുടങ്ങിയ അനവധി സൂക്തങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഉപാസനയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മം കൊണ്ട് മനസ്സുണരുമ്പോൾ ഇനി അതിന് ഏകാഗ്രത വേണം, ശുദ്ധീകരണം വേണം. അതിനെ സത്വഗുണത്തിലേക്ക് കൊണ്ടുവരണം. തമോ ഗുണത്തെ ഡയറക്റ്റ്ലി സത്വഗുണാക്കാൻ പറ്റില്ല, രജോ ഗുണമാക്കണം. രജോ ഗുണത്തെ സത്വഗുണമാക്കണം. അപ്പം സത്വഗുണത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകാഗ്രതയാണ്, മനസ്സിൻ്റെ ശുദ്ധിയാണ്. അപ്പം മനസ്സിൽ അനാവശ്യമായ റെസ്റ്റ്ലെസ്നെസ്, ആവശ്യമില്ലാത്ത ചിന്തകൾ കുറയണം. അപ്പം ഈ മന്ത്രങ്ങൾ ചൊല്ലി 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 അനാവശ്യ ചിന്തകൾ കുറയുന്നു. ഇതൊക്കെ പ്യുവർ സൈക്കോളജിയാണ്. ഇന്നുണ്ടല്ലോ നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്നും പരിശീലനമില്ല. അറ്റ്ലീസ്റ്റ് വിഷ്ണു സഹസ്രനാമം രാവിലെയും വൈകുന്നേരം ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ തന്നെ കുട്ടികളിൽ ഈ റെസ്റ്റ്ലെസ്നെസ് മാറ്റാൻ പറ്റും. ഇന്ന് കുട്ടികൾ ഹൈപ്പറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ അപ്പം ദേഷ്യം വരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇന്നിപ്പോൾ അത് സർവ്വസാധാരണയാണ്. കുട്ടികളാകെ ടെൻഷനും പ്രശ്നങ്ങളുമായിട്ട് നടക്കുകയാണ്. അക്രമചിന്തകൾ കൂടി വരികയാണ്. ഈ അക്രമചിന്തകൾ കുറയ്ക്കാൻ നോക്കൂ, ഞാൻ പറയുന്ന വളരെ ഗൗരവത്തിലെടുക്കണം നിങ്ങൾ. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലുണ്ടല്ലോ കുട്ടികളിൽ ഈ റെസ്റ്റ്ലെസ്നെസ് കൂടി അവരെ തോക്കെടുത്തുകൊണ്ട് വെടിവെക്കാൻ തുടങ്ങിയിരിക്കുന്നു പല സ്കൂളുകളിലും. ഇതൊക്കെ അവിടെ കൂടി വരികയാണ്. ഇന്ന് ചൈനയൊക്കെ അനുഭവിക്കുന്ന ദുരന്തം ഇതാണ്. കുട്ടികൾ വളരെ റെസ്റ്റ്ലെസ് ആയിപ്പോയി. കാരണം അവരുടെയൊക്കെ രാജ്യം അനുഭവിക്കാൻ പോകുന്ന ഒരു ദുരന്തം. കാരണം കണ്ടമാനം അങ്ങോട്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് പിഞ്ചു കുഞ്ഞിൻ്റെ കയ്യിലാണ് ടാബുകളും മറ്റും കിട്ടുന്നത്. അപ്പോൾ ഈ കുട്ടി ഇതിനോട് അഡിക്ഷൻ വന്ന് പിന്നെ ഇത് കിട്ടാതെ വന്നാൽ കുട്ടി മാനസികമായി എന്തോന്നും മിണ്ടാത്ത നിങ്ങൾ ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂല്ലയോ? പറയൂ. അപ്പം ആ ഒരു കുട്ടി കാലം മുതൽക്ക് തന്നെ കുട്ടികൾക്ക് അറിവുണ്ടാവണം, ഇതിലെൻ്റെ ജീവിതം ഹോമിക്കരുത്, എനിക്ക് മനസ്സിന് ഇനിയും കഴിവുകളുണ്ട്, എൻ്റെതായ അറിവുകളുണ്ട്, എൻ്റെതായ പല കോൺട്രിബ്യൂഷൻസും ചെയ്യാനുണ്ട്, ഞാൻ ഇതിൽ അഡിക്റ്റഡായി പോകരുത്. അപ്പം ആ കുട്ടിക്ക് തൻ്റേതായിട്ടുള്ളൊരു ചിന്ത ഉണ്ടാവണമെങ്കിൽ, ഒരു അഡിക്ഷൻ നിന്ന് മാറണമെങ്കിൽ വേറൊരു ഉപാസന വേണം. ആ ഉപാസനാ സംസ്കാരങ്ങൾ നമ്മുടെ പൂർവികന്മാരെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് രാവിലെ എണീറ്റ് കുട്ടികളെ കൊണ്ട് സൂക്തങ്ങളൊക്കെ ചൊല്ലിച്ചത്. ഇന്നിപ്പം നമുക്ക് ആ സൂക്തങ്ങളൊക്കെ ചൊല്ലാനും അതിനെ പഴയ രീതികളിലൊക്കെ ചൊല്ലാനൊക്കെ ഉദാത്ത അതിൻ്റെ രീതികളിലൊക്കെ ചൊല്ലാൻ ഇന്ന് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. കാരണം അതത്ര ജനറലൈസ് ആയിട്ടില്ല ഇപ്പോഴും.
അപ്പം അതുകൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഒക്കെ ചൊല്ലാലോ. അതും വേദമന്ത്രങ്ങൾ തന്നെയാണ്, സർവ്വവേദത്തിൻ്റെ സാരം തന്നെയാണ്. അപ്പം ഈ തരത്തിൽ മനഃശുദ്ധീകരണം ആവശ്യമുണ്ടോ? ഏകാഗ്രത ആവശ്യമുണ്ടോ? പറയൂ. ഉണ്ട്. അതും കഴിഞ്ഞ് അവസാനത്തെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ജ്ഞാനകാന്ഡം. എന്താണ്? അതുകൊണ്ട് വേദത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ മുഴുവൻ ഉപനിഷത്തുക്കളാണുള്ളത്. ഏതാണ്? ഒരു 108ഓളം ഉപനിഷത്തുക്കൾ നമുക്ക് ഋഗ്വേദത്തിലും യജുർവേദത്തിലും, അത് യജുർവേദത്തിൻ്റെ 2 ശാഖകളിലും, അതുപോലെ തന്നെ സാമവേദത്തിലും അഥർവവേദത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഉപനിഷത്തുക്കളാണ് ഭാരതത്തിൻ്റെ ആത്മവിദ്യയുടെ ഗ്രന്ഥങ്ങൾ. ഈ ഉപനിഷത്തുക്കളിലാണ് ആത്മവിദ്യയുടെ മഹത്വം. നിങ്ങൾ ശബരിമലയിൽ പോകുമ്പോൾ കാണുന്ന ഒരു മന്ത്രമുണ്ടല്ലോ, ഏത്? ഒന്ന് ഉറക്കെ പറയൂ. തത്വമസി. അത് ഏത് ഉപനിഷത്തിലാണ് എഴുതി വെച്ചതെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? കൈ പൊക്കണം, ആരും പറയണ്ട. എനിക്കിത് അറിയാം എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഏത് ഉപനിഷത്തിലാണ് തത്വമസി എഴുതി വെച്ചത്? ഒരുപക്ഷെ ശബരിമലയിലെ ദേവസ്വം ജീവനക്കാരോട് ചോദിച്ചാൽ പോലും അറിയില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. എവിടെ എഴുതി വെച്ചത്? ഏത് ഉപനിഷത്തിലാണ് എഴുതി വെച്ചത്? ആരാ കൈപൊക്കിയത്? ഏതിലാണ്? ഏത് ഉപനിഷത്തിലാണ് എഴുതി വെച്ചത്? ഞാൻ കേട്ടില്ല. ദാമോദരം. സാമവേദം. ഞാൻ ചോദിച്ച ഉപനിഷത്തിന്റെ പേരാണ്. അത് സാമവേദമല്ലത്. അതിൻ്റെ പേര് ശാന്തോക്യുപനിഷത്ത് എന്നാണ്. ഏതാണ്? ശാന്തോക്യുപനിഷത്തിലാണ് ഏത് വരുന്നത്? 6-ാം അധ്യായത്തിലാണ് ഏത് വരുന്നത്? തത്വമസി. അത് നോക്കൂ, നമ്മളെ ആവറേജ് ഹിന്ദുവിൻ്റെ അവസ്ഥയാണ്. നമ്മുടെ ക്ഷേത്രങ്ങൾ, നമ്മുടെ സംസ്കാരങ്ങൾ, നമ്മുടെ മന്ത്രങ്ങൾ, ഇതൊന്നും നമുക്കൊരു പറയൂ. നിങ്ങൾ കറൻസി നോട്ടിൽ ഒരു വേദമന്ത്രം കണ്ടിട്ടുണ്ടോ? ഏതാണത്? ഭാരതത്തിൻ്റെ കറൻസിയിൽ ഒരു വേദമന്ത്രം കണ്ടിട്ടുണ്ടോ? ഉപനിഷത്ത് മന്ത്രം കണ്ടിട്ടുണ്ടോ? കാണാത്തവർ കൈവെക്കൂ. കറൻസി കണ്ടിട്ടില്ല. ആകെ നോക്കിയത് അതിൻ്റെ വട്ടം എത്രയാന്നുള്ളതാണ്. നമ്പറും 0 മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ സ്വാമി. ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടില്ല. വെറുതെ അല്ല കള്ളനോട്ട് തന്ന് പറ്റിക്കുന്നത്. അങ്ങനെ ഒരു വേദമന്ത്രം, അതിൽ ഒരു ഉപനിഷത്ത് മന്ത്രം അതിലുണ്ടോ? ഉണ്ടോ? അറിയില്ല എന്ന് പറയുന്ന ഒരു കൈബുക്കോ? സത്യം പറയണം, എനിക്ക് അറിയില്ല സ്വാമി. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇതാണ് നമ്മുടെ ഹിന്ദുവിൻ്റെ അവസ്ഥ. ഒന്ന് പൊളിച്ചെഴുതണ്ടേ നമ്മളെ? വേണോ? ഒന്ന് പുനർനിർമ്മിക്കണ്ടേ ഹിന്ദുവിനെ? എനിക്ക് തോന്നണു നമുക്ക് ഹിന്ദുവിനെ ഒരു അറിവുള്ള ഹിന്ദുവാക്കേണ്ട ആവശ്യം വളരെ അടുത്തിരിക്കുകയാണ്. സമ്മതിക്കുമോ നിങ്ങൾ? നോക്കൂ, നിങ്ങളുടെ കുട്ടികൾ നാളെ ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം. ഈ പോത്തുകളുടെ മക്കളായി പോയല്ലോ ഞങ്ങൾ എന്ന് അവർ നിങ്ങളെ കളിയാക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത് വല്ലതും പഠിക്കണമെന്ന്. അപ്പം അതൊരു ഉപനിഷത്ത് മന്ത്രമാണ്. ഏതാണത്? സത്യമേവ ജയതേ. രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാത് സത്യമേവ ജയതേ. മുണ്ടകോപനിഷത്ത് എന്ന ഉപനിഷത്തിൽ വരുന്ന മന്ത്രമാണ്. ഏത്? മുണ്ടകോപനിഷത്ത്. പറയൂ. അങ്ങനെ ഒരു ഉപനിഷത്തുണ്ട്. മുണ്ടി ഉപനിഷത്തല്ല, മുണ്ടകോപനിഷത്ത്. ഇങ്ങനെ നമുക്ക് ഉപനിഷത്തുക്കളിൽ ഈ അറിവ് തന്നിരിക്കുന്നു. എന്തറിവാണ്? അവനവൻ്റെ ആത്മശക്തിയെക്കുറിച്ചുള്ള അറിവ്. ആ ആത്മശക്തിയിലേക്ക് മനുഷ്യനെ വികസിക്കാൻ പറ്റും. നമ്മുടെ അറിവിൻ്റെ തലങ്ങൾ മാറ്റാൻ പറ്റും. മനുഷ്യനുണ്ടല്ലോ, സ്ഥൂല ദൃഷ്ടി മാത്രമല്ല, അവന് സൂക്ഷ്മമായ ദർശനങ്ങളുണ്ട്. സൂക്ഷ്മമായത് പലതും കാണാൻ പറ്റും. തന്നിലും കാണാം, പുറത്തും കാണാം. അപ്പം നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെയൊക്കെയുള്ളൊരു ദർശനം കൊടുത്താൽ നാളെ വരാൻ പോകുന്ന പല വിപത്തിനെയും അവർക്ക് കാണാൻ പറ്റും. നമ്മുടെ ഋഷിവര്യന്മാർക്ക്, പൂർവികന്മാർക്ക് ഈ വിപത്ത് കാണാനുള്ള കുറേ കഴിവുണ്ടായിരുന്നു. അതിനെയാണ് അവർ നിമിത്തങ്ങളുമായി ബന്ധപ്പെടുത്തിയത്. അവർ പറയും, നിമിത്തം അത്ര ശരിയല്ല, പോകുന്ന കാര്യം നടക്കൂ എന്നറിയില്ല. ഉണ്ടോ?
ഉണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ചില നിമിത്തങ്ങൾ അവർ നോക്കിക്കൊണ്ട് പറയും ഈ പോകുന്നതിൽ ചില ശുഭസൂചകങ്ങളായ കാര്യങ്ങളുണ്ട്. ഉണ്ടോ? കേട്ടിട്ടില്ലേ ഇതൊക്കെ? അപ്പം അവർക്ക് അതിൻ്റെ സൂക്ഷ്മമായ കാര്യങ്ങൾ അവർ കുറേ മനസ്സിലാക്കിയിരുന്നു. നമ്മുടെ പൂർവികന്മാർക്ക് ഇത് കഴിയുമായിരുന്നു. ഈവൻ മരണത്തെ പോലും അവർക്കറിയാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ സ്ഥൂല ദൃക്കുകളായി മാറി. സൂക്ഷ്മദൃഷ്ടി നമ്മളിലുമില്ല, മറ്റുള്ളവരിലുമില്ല. ഒരു മാനസിക വിഷമം തനിക്കുണ്ടാകുമ്പോൾ ഈ മാനസിക വിഷമം എന്തുകൊണ്ട് വന്നു എന്ന അന്തർമുഖനായി കാണാൻ, തന്നെ തന്നെ സ്കാൻ ചെയ്യാൻ, തന്നെ തന്നെ ഇപ്പോൾ ഒരുപാട് CCTV വെച്ചിട്ടുണ്ട്. പുറത്തുള്ളതൊക്കെ കാണാം, ഉള്ളിൽ കാണാൻ പറ്റില്ലല്ലോ. ഇപ്പം തന്നിലൊരു CCTV വെക്കാൻ, കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. പക്ഷെ അത് തന്നെ കള്ളന്മാരാക്കി എന്നുള്ളതാണ് അതിപ്പോഴല്ലേ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ കക്കാൻ വേണ്ടിയിട്ടാണെന്ന് അപ്പം പറയുന്നത്. ഏതായാലും അത് പോട്ടെ, നമ്മുടെ വിഷയമല്ല. ഏതായാലും ഈ തരത്തിൽ തന്നിൽ തന്നെ ഒരു ആന്തരികമായ ദൃഷ്ടി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അനാവശ്യമായി ഈ പ്രശ്നത്തെ ചിന്തിക്കുന്നതുകൊണ്ടാണ് എന്നെ ഇത് അലട്ടുന്നത്. ഞാൻ എന്തിനത് ചിന്തിക്കണം? എനിക്ക് നല്ലത് ചിന്തിക്കാലോ, എനിക്ക് വേറെ എന്തെങ്കിലും ചിന്തിക്കാലോ എന്ന് മനസ്സിലാക്കി തൻ്റെ ചിന്തയെ മാറ്റിക്കൊണ്ട്, ഈ കഴിവ് മനുഷ്യർക്കുണ്ട്. അങ്ങനെ ചിന്തയെ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അലട്ടുന്നതൊന്നും തന്നെ അലട്ടുന്നില്ല, തനിക്കിതൊന്നും ബാധകമല്ല, തന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന രീതിയിൽ കടന്നു പോവാൻ സാധിക്കുന്ന ആത്മബലവും ആത്മശക്തിയും ആത്മധൈര്യവും ആത്മബോധവും ആത്മ കഴിവുകളുമുള്ള ഒരു മനുഷ്യനാണ് നമ്മളെന്ന് നമുക്ക് തുറന്ന് കാണിച്ചു തരികയാണ് ഉപനിഷത്തുക്കൾ. പഠിക്കണ്ടേ? പഠിക്കണോ വേണ്ടയോ? ഈ ഉപനിഷത്തുക്കളുടെയൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അതിൻ്റെ സാരസംഗ്രഹത്തെ കടഞ്ഞെടുത്തുകൊണ്ട് വേദവ്യാസ മഹർഷി കൃഷ്ണനിലൂടെ അർജുനന് ഗീതോപദേശം നടത്തിയത്. വീണ്ടും അതും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 18 അധ്യായങ്ങളിലൂടെ വേദസാരം പറഞ്ഞപ്പോൾ, ഉപനിഷത്ത് സാരം പറഞ്ഞപ്പോൾ, അതുകൊണ്ടാണ് ഉപനിഷത്ത് നിങ്ങൾക്ക് കാണാം, ഗീതയുടെ ഓരോ അധ്യായം കഴിയുമ്പോൾ ഉപസംഹരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷസ്സു. ഇത് ഉപനിഷത്ത് സാരമാണ്. അതും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേദവ്യാസ മഹർഷി ഒന്നുകൂടി ഒരു വിശാലത കാണിച്ചു. അദ്ദേഹം 18 അധ്യായങ്ങളിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ ഈ ഭഗവത്ഗീതയെ വിപുലീകരിച്ച് കഥകളിലൂടെ തൻ്റെ അവസാനത്തെ പുരാണം, അവസാനമായി താൻ രചിച്ച പുരാണം നമുക്ക് സമർപ്പിച്ചു. അതാണ് ശ്രീമദ് ഭാഗവതം. അതും വേദസാരമാണ്. നിങ്ങൾ ഭാഗവതം പുരാണമാണ് എന്നൊന്നും വിചാരിക്കണ്ട. ആ പുരാണം എന്നതിന് വിളിക്കാൻ കാരണം വേദസാരവും ഉപനിഷത്ത് സാരവും കഥയും കൂടി ചേർത്തപ്പോൾ അത് പുരാണമായി അറിയപ്പെട്ടു. അപ്പം ഈ തരത്തിൽ ഇങ്ങനെ നമ്മുടെ ഋഷിവര്യന്മാർ നമ്മുടെയൊക്കെ ജീവിതത്തെ ധന്യമാക്കുന്നതിന് വേണ്ടി, അനുഗ്രഹീതമാക്കുന്നതിന് വേണ്ടി, പവിത്രമാക്കുന്നതിന് വേണ്ടി, ഉത്കൃഷ്ടമാക്കുന്നതിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന നിധികളാണ് വേദം. ആ വേദം തന്നെയാണ് ഇന്ന് നമ്മൾ പല രീതിയിൽ ഉപനിഷത്തായി, അല്ലെങ്കിൽ ഉപനിഷത്ത് സാരം തന്നെയാണ് രാമായണമായിട്ടും ഗീതയായിട്ടും ഒക്കെ ആയിട്ട് കാണുന്നത്, ഭാഗവതമൊക്കെ ആയിട്ട് കാണുന്നത്. ഇത് കേൾക്കുക, ഇത് പഠിക്കുക, ഇത് ഉൾക്കൊള്ളുക, നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ട് ഉറപ്പിക്കുക. എങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു വ്യത്യസ്തമായ ജീവിതം. വ്യത്യസ്തമായ ജീവിതം. പ്രതിസന്ധികളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഉണ്ടാവും. പക്ഷേ അതിലൊന്നും മാനസികമായി നിങ്ങൾ ഒരിക്കലും തളരാത്ത ഒരു കരുത്തുള്ള, ദൃഢതയുള്ള, വ്യക്തതയുള്ളൊരു ജീവിതം. നിങ്ങൾ എങ്ങോട്ടും സമാധാനത്തിന് വേണ്ടി ഓടേണ്ടി വരില്ല. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വ്യക്തതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇവിടെ ഓടണം, പലരുടെ അടുത്തേക്കും ഓടണം, അല്പം സമാധാനം തരൂ, ശാന്തി തരൂ, സ്വസ്ഥത തരൂ. വേണ്ട, ഇത് നിങ്ങൾക്ക് ആ വ്യക്തതയുണ്ടാവും, നിങ്ങളുടെ ഉള്ളിൽ ദൃഢതയുണ്ടാവും. ഇതിനാണ് നമ്മുടെ ഋഷിവര്യന്മാർ ഈ അമൂല്യമായ നിധി നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇത് മനസ്സിലാക്കിയിട്ടുള്ളവർ, ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടുള്ളവർ വളരെ കുറവാണ്. ഗീതയിൽ തന്നെ കൃഷ്ണൻ ഈ സത്യം 5000 വർഷം മുമ്പ് എഴുതി വച്ചിരിക്കുകയാണ്. 5000 വർഷം മുമ്പ് കൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ കാണാം, 7-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയും, അർജുന, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ
യതദാമഭിസിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വദാ മനുഷ്യാണാം സഹസ്രേഷു. സഹസ്രേഷു മനുഷ്യാണാം എന്ന് പറഞ്ഞാൽ അർത്ഥാവോ? സഹസ്രം മനുഷ്യരിൽ, ക്വശ്ചിത്. ക്വശ്ചിത് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകളെ അർജുന ഇതൊക്കെ ഒന്ന് പഠിക്കാൻ വരുന്നുള്ളൂ, മനസ്സിലാക്കാൻ വരുന്നുള്ളൂ. അതിൽ തന്നെ വളരെ കുറച്ച് ആളുകൾക്ക് കാര്യം പിടികിട്ടുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ പുറത്ത് കറങ്ങുന്നവർ തന്നെയാണ്. അപ്പം ആ അന്തസത്തയിലേക്ക് ഇറങ്ങിപ്പോകുന്നവരുടെ എണ്ണം ഉറക്കെ പറയൂ, വളരെ കുറവാണ്. നിങ്ങൾ രാമായണം കൃത്യമായി വായിച്ചിട്ടുണ്ടെങ്കിൽ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ശബരി ഉപാഖ്യാനം എന്ന് പറയുന്നൊരു ഭാഗത്ത് അവിടെ ശ്രീരാമസ്വാമി പറയും, ഭക്തിലക്ഷണമായ പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ മുക്തിയും വരും. ആ മുക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ദേവി ഒരു ജന്മവും മനുഷ്യന് ആവശ്യമില്ല. കാരണം അവിടെ മനുഷ്യൻ പൂർണ്ണമായി പരമാത്മാവിൽ അലിഞ്ഞു കഴിയും. പക്ഷേ ഇങ്ങനെയുള്ളൊരു ഭക്തിയുടെ മഹത്വം ആർക്കാണ് അറിയുക? ഇതാരാ മനസ്സിലാക്കിയിട്ടുള്ളത്? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം ഇത് മനസ്സിലാക്കുന്നവർ വളരെ ഉറക്കെ പറയൂ കുറവാണ്. നമ്മളുണ്ടല്ലോ ഒരൊറ്റ ഭ്രമത്തിലാണ്. നമ്മുടെ ഹിന്ദുക്കൾ തെറ്റിദ്ധരിച്ചു. ഈ ഭൗതികമായ സുഖങ്ങളും അത് നിലനിർത്താൻ നമുക്കൊരു ഏജൻറ്റിൻ്റെ പണിയെടുക്കുന്ന ദൈവങ്ങളും, അതപ്പം നമ്മുടെ ഒരു ആവശ്യം. നമുക്കിപ്പോൾ ദൈവത്തിനോട് രണ്ട് കാര്യം പറയാനുള്ളൂ. നമ്മുടെ കയ്യിലുള്ള സുഖമൊന്നും തട്ടിക്കളയരുത്, പുതിയ സുഖങ്ങളും സൗകര്യങ്ങളും കൂട്ടിത്തരണം. അതുകൊണ്ട് നമുക്ക് വേണ്ടത് രണ്ട് കാര്യമാണ്. ഒന്ന്, നിങ്ങൾ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കണം. രണ്ട്, ആമസോണിനെ പോലെ ഞാൻ ചോദിക്കുന്നതൊക്കെ ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി, ഓൺലൈനായിട്ടോ അല്ലെങ്കിലോ എനിക്ക് ചോദിക്കുമ്പോഴൊക്കെ ഇങ്ങോട്ട് സപ്ലൈ ചെയ്യുക. ഈ തരത്തിലുള്ള ദൈവങ്ങളാണ് ഇപ്പം നമ്മുടെ മുന്നിലുള്ളത്. ആണോ? അതുകൊണ്ടാണ് നമ്മൾ ഗുണവും പിടിക്കാത്തത്, സത്യം പറയാലോ. കാരണം നമ്മൾ ചോദിക്കുന്നതൊന്നും തരുന്ന ഒരു ദൈവമായി നമ്മളെ ക്ഷേത്രങ്ങളിലെ ദൈവങ്ങളെ ആചാര്യന്മാർ പ്രതിഷ്ഠിച്ചിട്ടില്ല. അവർ പ്രതിഷ്ഠിച്ചില്ല. അവരുടെ സങ്കല്പങ്ങൾ നോക്കൂ നിങ്ങൾ. ഏത് പ്രതിഷ്ഠയുടെ പിന്നുള്ള സങ്കല്പങ്ങൾ എന്താണ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെയും ഉയർച്ചയ്ക്കും ഉന്നതിക്കും, അത് ലോക കല്യാണത്തിന് ലോകമംഗളത്തിനുമാണ്. അപ്പോൾ ഓരോ മനുഷ്യനും ഈ ലോകത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് മനസ്സിലാക്കണം, കേവലം ഭൗതികതയിലല്ല. ഈ ഭൗതികതയിൽ ലോകത്തിന് ഒരിക്കലും നന്മ ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഭൗതികമായി നന്മ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പം സുഡാനിലാണ് ഏറ്റവും കൂടുതൽ നന്മ ഉണ്ടാവേണ്ടത്. ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഓയിൽ റിച്ച് കൺട്രിയാണ് സുഡാൻ, ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കോണ്ടിനെൻറ്റ്. ഇത്രയും ഓയിലുള്ള രാജ്യത്ത് സമാധാനവും ശാന്തിയും എന്തെന്നറിയില്ല. നിങ്ങൾ കണ്ടില്ലേ, 3500 ഇന്ത്യക്കാരെ അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ 90% വർക്ക് ചെയ്യുന്നത് ഓയിൽ സെക്ടറിലാണ്. കാരണം അവിടെ ഓയിൽ റിച്ച് കൺട്രിയാണ്. പക്ഷെ എന്തു ചെയ്യാം, മതം തലയ്ക്ക് കയറിയപ്പോൾ, ഭൗതികതയെക്കാളും വലുത് മതമാണെന്ന് ചിന്തിച്ചപ്പോൾ അവിടെ അക്രമങ്ങളും അരാജകത്വമായി. 400, 500, 600 പേര് കൊല്ലപ്പെട്ടു. വായിക്കുന്നില്ലേ പത്രത്തിൽ? പറയൂ നിങ്ങൾ. അപ്പം മനുഷ്യന് നന്മ ഉണ്ടാവണമെങ്കിൽ അവൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അവൻ്റെ മനസ്സിൻ്റെ സംസ്കാരമല്ലേ? ആണോ അല്ലയോ? ഈ സംസ്കാരമില്ലാത്തടത്ത് ഭൗതിക സമ്പത്തുണ്ടായിട്ടും, അത് നമ്മുടെ വീടുകളിൽ തന്നെ നോക്കിയാൽ പോരെ. സുഡാനിലൊന്നും പോണ്ട, നമ്മുടെ വീട്ടിൽ ഉടായിപ്പ് നോക്കിയാൽ മതി. നമ്മുടെ വീട്ടിൽ നോക്കുക, എന്തിൻ്റെ കുറവാണ് ഇപ്പോൾ ഉള്ളത്? എന്തിൻ്റെ കുറവാണ് നമ്മുടെ നാട്ടിലുള്ളത്? എന്നാൽ ഏത് വീട്ടിലാണ് സമാധാനം ഉള്ളത്? ഇന്നിപ്പോൾ മക്കൾ വളർന്നു വരുന്ന സമയത്ത് നല്ല സ്നേഹത്തിലും ഐക്യത്തിലാണോ വളർന്നു വരുന്നത്? പറയൂ. മനുഷ്യന് പരസ്പര സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആണോ? വിവാഹങ്ങളൊക്കെ ഇപ്പോൾ സുപ്രീം കോടതി ലേറ്റസ്റ്റ് ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് 6 മാസം വരെ ആക്കണ്ടെന്നാണ്. കാരണം 6 മാസത്തിന് മുമ്പ് വേറെ ബന്ധം വെച്ചിട്ടുണ്ടാവും. അതല്ലേ ഒരു കല്യാണത്തിൻ്റെ ഒരു മരണത്തിൻ്റെ, ഇത് നടന്ന കഥയാണോ എനിക്കറിയില്ല, ആരോ എന്നോട് പറഞ്ഞാണ്, ഞാൻ അതുപോലെ നിങ്ങളോട് പറയണമെന്ന്. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു. അങ്ങനെ മരിച്ചപ്പോൾ ഇവരിങ്ങനെ ഒബീച്വറി പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു. അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ എന്നെ നേരിട്ട് വിളിച്ചും ഇമെയിൽ മുഖാന്തരവും വാട്സാപ്പ് മുഖാന്തരവും ഫേസ്ബുക്ക്, അതൊക്കെ വേണമല്ലോ ഇപ്പോൾ, എന്നോടും എൻ്റെ കുടുംബത്തെയും സാന്ത്വനിപ്പിച്ച, സമാധാനിപ്പിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു പ്രണാമം.
എന്ന് ശാരദ 45 വയസ്സ്, ശുദ്ധജാതകം, ബാധ്യതകളൊന്നുമില്ല. ഒരൊറ്റ വെടിക്ക് 2 പക്ഷിയാണ് വെച്ച് കാച്ചി വിട്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് അപ്പം നമ്മൾ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ചിരിപ്പിക്കുകയല്ല, ലോകം അത്ര അഡ്വാൻസായി പോയിക്കൊണ്ടിരിക്കുന്നു. ആണോ? ഇന്നലെ നിങ്ങൾ പത്രത്തിൽ മിനിയാന്ന് വായിച്ചോ? നിങ്ങൾ ഈ ആദ്യമായിട്ട് ഡിവേഴ്സിൻ്റെ ഒരു ഷൂട്ട് കാണിച്ചിട്ടൊരു പെൺകുട്ടി അഡ്വർടൈസ്മെൻറ്റ് കാണിച്ചിരിക്കുകയാണ്. ഞാൻ ഹാപ്പിലി ഡിവേഴ്സ് എന്ന്. കണ്ടു ആരെങ്കിലും? പുതിയ ട്രെൻഡ് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതൊരു വലിയ ട്രെൻഡായിരിക്കും. ഡിവേഴ്സ് ചെയ്തതിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് ഇതാണ് ലോകം എന്ന് പറയുന്നത്. അപ്പം ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, നമ്മുടെ കുട്ടികൾക്ക് ജീവിതത്തിൽ തമ്മിൽ തെറ്റി പിരിയാൻ എളുപ്പമാണ്, പക്ഷെ ഒരു ജീവിതം കൊണ്ടു നടക്കാൻ പ്രയാസമാണ്. അതിനുള്ള സഹനം, അതിനുള്ള നിസ്വാർത്ഥത, അതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഒരു സംസ്കാരം വേണോ? അത് നമ്മുടെ ഈ ഒരു ആത്മീയ ചിന്തയിലൂടെ, അനുഷ്ഠാനത്തിലൂടെ, ആചരണത്തിലൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് വേണ്ടതാണോ? പറയൂ നിങ്ങൾ. അത് നമ്മൾ എന്ന് കൈവിട്ടോ അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ തമാശകളുള്ള വൃത്തികെട്ട തമാശ, നല്ല തമാശയൊന്നും അല്ലത്, ആ തരത്തിലേക്ക് മനുഷ്യൻ അധപ്പതിക്കുന്നത്. ആണോ? പറയൂ. ഇപ്പം ഓരോ ഹിന്ദുവും ഉണരണം. നമ്മളുണ്ടല്ലോ ഈ പ്രഭാഷണം കേട്ട് പോയതുകൊണ്ടൊന്നും നമ്മൾ നന്നാവുന്ന വിചാരിക്കരുത്. വീട്ടിൽ മാറ്റങ്ങളുണ്ടാകണം. രാവിലെ എണീക്കണം, ക്ഷേത്രങ്ങളിൽ പോകണം, മന്ത്രങ്ങൾ ജപിക്കണം. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിനാണ് പരിവർത്തനം ഉണ്ടാവേണ്ടത്. അങ്ങനെ പരീക്ഷിച്ചു നോക്കുക. 1 മാസം ജപിച്ചു നോക്കൂ നിങ്ങൾ, മാറ്റങ്ങളുണ്ടോ? അങ്ങനെ മാറ്റങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. കുറേ പേരെങ്കിലും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരാണ്. അപ്പം അങ്ങനെ പരിശീലിച്ചെടുത്ത് മനസ്സിനെ നമ്മൾ നല്ല ചിന്തകളിലേക്ക് തിരിച്ചുവിടുമ്പോൾ മനസ്സിന് അതിൻ്റേതായിട്ടുള്ള ശക്തിയും കരുത്തും ഉണർന്നു വരും. കാരണം നിങ്ങൾ ഗ്ലാസ് തുടക്കുകയാണെന്ന് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. എത്രമാത്രം ആ ഗ്ലാസ് തുടയ്ക്കുന്നുണ്ടോ അത്രയും, എവിടെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്? മുമ്പ് പറഞ്ഞിരുന്നൊരു ഗ്ലാസും അതിൻ്റെ ഉള്ളിലുള്ളൊരു ഒരു വെളിച്ചവും പറഞ്ഞു. ഈ ഗ്ലാസ് തുടയ്ക്കും തോറും ആത്മപ്രകാശം കൂടണമെങ്കിൽ മനസ്സെന്ന ഗ്ലാസിനെ നമ്മൾ തുടച്ച് വൃത്തിയാക്കണം. അമ്പലത്തിൽ പോകുന്നതും നാമം ജപിക്കുന്നതും വേദം ജപിക്കുന്നതും സർവേ മനോനിഗ്രഹ ലക്ഷണാന്ത പരോഹിയോഗോ മനസ്സമാധി. ഭഗവാൻ കൃഷ്ണൻ തൻ്റെ പ്രിയപ്പെട്ട ഉദ്ധവരോട് പറയാണ്, ഉദ്ധവരെ, ദാനം സ്വധർമ്മോ നിയമോ യമശ്ച ശ്രുതം ച സർവാ കർമാണി സർവ്രതാനി സർവേ മനോനിഗ്രഹ ലക്ഷണാന്ത പരോഹിയോഗോ മനസ്സമാധി. ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്നത് അവൻ്റെ മനസ്സിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ആചാര്യസ്വാമികൾ, ശങ്കരാചാര്യസ്വാമികൾ ഈ കാലടിയിൽ ജനിച്ച് ഈ ഭൂമിയെ, കേരളത്തെ പവിത്രമാക്കിയ ആചാര്യസ്വാമികൾ പറയും, എല്ലാ നല്ല കർമ്മങ്ങളും ചെയ്യുന്നത് ചിത്തസ്യ ശുദ്ധയേ കർമാണ്, ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ചിത്തശുദ്ധി കിട്ടിയിട്ടുണ്ടോ മനസ്സിന് ശക്തിയും വർദ്ധിച്ചിട്ടുണ്ടാവും. മനസ്സിന് ശക്തി വേണം, ആത്മശക്തി ഉണ്ടാവണം. ആഗ്രഹിച്ചത് കൊണ്ട് കാര്യമില്ല. അതിന് അനുഷ്ഠാനങ്ങളും ആചരണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിനാണ് നമ്മളിവിടെ ഈ പുണ്യഭൂമിയിൽ കഴിഞ്ഞ 26 മുതൽ മെയ് 5 വരെ വേദ ഉത്സവം നടത്തുന്നത്, വേദലക്ഷാർച്ചന നടത്തുന്നത്. 10,000-ലധികം 10,470 അല്ലേ ഋക്കുകൾ ഉള്ള ഈ വേദമന്ത്രത്തെ ആവർത്തിച്ച് ഉച്ചരിച്ച്, അങ്ങനെ അത് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്കൊന്നും മനസ്സിലാവില്ല, പക്ഷെ അന്തരീക്ഷത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് യാതൊരു സംശയമില്ല. കാരണം സൗണ്ട് ഇസ് എൻ എനർജി ആൻഡ് വെൻ ദർ ഇസ് എ പോസിറ്റീവ് പവർഫുൾ. അതുകൊണ്ടാണ് അതിൻ്റെ ആ ഉച്ചാരണങ്ങൾ, ഉദാത്ത അനുദാത്തങ്ങൾ വെച്ച് ചൊല്ലുമ്പോൾ, സ്വരിച്ച് ചൊല്ലുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന വൈബ്രേഷൻസ്, അതുണ്ടാക്കുന്നൊരു മാറ്റം, അതൊക്കെ സത്യമാണ്. നമുക്ക് ആധുനിക ശാസ്ത്രത്തിൻ്റെ പുരോഗതിയുമായിട്ട് നമ്മൾ ഹിന്ദുക്കൾ അത്ര അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട്, ഇതൊരു പക്ഷേ അമേരിക്കയിലായിരുന്നെങ്കിൽ അവർ വല്ല ഇലക്ട്രോണിക് സാധനങ്ങൾ കൊണ്ടുവന്ന് അന്തരീക്ഷത്തിലുണ്ടാകുന്ന വൈബ്രേഷൻസിന്, ഇപ്പോൾ നമ്മുടെ ECG റിപ്പോർട്ട് പോലെ അവർ തെളിയിക്കുമായിരുന്നു. നമുക്കതൊന്നും തെളിയിക്കാനുള്ള സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് ഇവിടെ ആ പോസിറ്റീവ് എനർജിയുടെ ഫീൽഡ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധാരണക്കാരന് പറ്റില്ല. പക്ഷെ അല്പം ഒരു ഉപാസന ചെയ്യുന്നവർക്ക് ആ അന്തരീക്ഷത്തിലെത്തുമ്പോൾ അത് ക്യാച്ച് ചെയ്യും, ആ പോസിറ്റീവ് എനർജി. അല്പം ഒരു പോസിറ്റീവ് എനർജി മനസ്സിലുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ഡിവൈൻ സ്ഥലങ്ങളിൽ ആളുകൾ കൂടുതൽ പോകുന്നതും അവിടെ ചെല്ലുമ്പോൾ അവരുടെ മനസ്സ് അറിയാതെ എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു ബ്രേക്ക് ചെയ്ത, സഡൻ ബ്രേക്ക് ചെയ്ത പോലെ നിശ്ചലമാകുന്നതും. ആ മനസ്സിന് അത് സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഊർജ്ജശക്തികൾ, അനുഗ്രഹങ്ങൾ കിട്ടണമെങ്കിൽ
നമ്മുടെ മനസ്സിനെ നമുക്ക് പ്രാപ്തമാക്കാൻ സാധിക്കട്ടെ. അതിനുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ, ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യത്തിൻ്റെ ഒരു യജ്ഞമായി നമുക്ക് ഈ വേദയജ്ഞത്തെ കാണാം.